morning. How are you? Are you fine? Okay. Breakfast കഴിച്ചോ എല്ലാരും? കഴിച്ചോ? ഇനി നമുക്ക് കുറച്ച് സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചാലോ? എല്ലാരും റെഡി അല്ലേ? എല്ലാരും ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ? ഓക്കേ. നമ്മൾ ഇന്ന് നമ്മുടെ ഹിസ്റ്ററി പാർട്ടിലെ ചാപ്റ്റർ 5 ആണ് പഠിക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് ദ വേദിക് ഏജ്, അതായത് വേദ കാലഘട്ടം. എന്താണ് നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിന്റെ പേരെന്താ? ദ വേദിക് ഏജ് അല്ലേ? വേദ കാലഘട്ടം. നമ്മുടെ ഏതാണ് ചാപ്റ്റർ? നമ്മുടെ ഹിസ്റ്ററി പാർട്ടിലെ ചാപ്റ്റർ 5 ദ വേദിക് ഏജ്. പേജ് നമ്പർ 33 എടുത്തോ? എല്ലാവരും ടെക്സ്റ്റിലെ പേജ് നമ്പർ 33 എടുത്തോ? ഓക്കെ, ടീച്ചർ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, നോക്കിക്കേ. In Indian history, the period 1500 BC to 600 BC is called the Vedic age. അതായത് 1500 BC തൊട്ട് 600 BC വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മുടെ ചരിത്രത്തിലെ ഹിസ്റ്ററിയിൽ നമ്മൾ വേദിക് ഏജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ. Most of the information about this period is derived from Vedic literature. എന്താണ്? നമ്മുടെ വേദ സാഹിത്യത്തിൽ നിന്നില്ലേ, വേദിക് ലിറ്ററേച്ചറിൽ നിന്നാണ് ഈ ഒരു കാലഘട്ടത്തെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് നമുക്ക് ലഭിക്കുന്നത്. This literature includes the 4 Vedas, Rig, Sama, Yajur and Atharva. അപ്പം ഈ ഒരു വേദിക് ലിറ്ററേച്ചറിൽ നമ്മൾ പറഞ്ഞ ആ ഒരു സാഹിത്യത്തിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? 4 വേദങ്ങളാണ്. ഋഗ്വേദ, ഏതൊക്കെയാണ്? ഋഗ്വേദ, അതുപോലെ സാമവേദ, യജുർവേദ, പിന്നെ ഏത് വേദ ടീച്ചർ പറഞ്ഞത്? അഥർവ വേദ. ഏതാണ്? അഥർവ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഈ വേദിക് ലിറ്ററേച്ചർ ആ ഒരു സാഹിത്യത്തിൽ ഉൾപ്പെടുന്ന 4 വേദങ്ങളാണ് ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. ഋഗ്, സാമ, യജുർ, അഥർവ. ഓക്കെ, നോക്കിക്കേ. ദ പുരാണാസ് ആൻഡ് ദ എപ്പിക്സ്, രാമായണ ആൻഡ് മഹാഭാരത. അതിൻ്റെ അകത്ത് വരുന്ന പുരാണവും ഇതിഹാസവുമാണ് നമ്മുടെ രാമായണവും മഹാഭാരതവും. ഈ 2 കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു അല്ലേ? ഇതിഹാസം അതുപോലെ തന്നെ എന്താണ്? പുരാണങ്ങളും ഈ ഒരു ലിറ്ററേച്ചറിലെ സാഹിത്യത്തിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മൾ എന്തോ പറഞ്ഞത്? വേദിക് ഏജ്, വേദ കാലഘട്ടത്തെ കുറിച്ച്. ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി, the period 1500 BC to 600 BC is called the എന്താ? വേദിക് ഏജ്. 1500 BC മുതൽ 600 BC വരെയുള്ള ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ വേദ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ആ ഒരു പീരീഡിനെ കുറിച്ച്, ആ ഒരു എന്താണ് വേദ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിവ് കിട്ടിയിരുന്നത് എന്തിൽ നിന്നാണ്? അന്നത്തെ ആ ഒരു വേദിക് ലിറ്ററേച്ചറിൽ നിന്നാണ് അല്ലേ? ആ ഒരു അന്നത്തെ ആ ഒരു സാഹിത്യത്തിൽ നിന്നാണ് നമുക്കത് കിട്ടിയിരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന 4 വേദങ്ങളാണ് ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. അതുപോലെ തന്നെ രാമായണം, പിന്നെന്താ മഹാഭാരതം തുടങ്ങിയ പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം ഈ ലിറ്ററേച്ചറിൽ ഉൾപ്പെട്ടിരുന്നു. മക്കൾക്ക് മനസ്സിലായോ ഇത്രയും കാര്യങ്ങള്? Okay, next നോക്കിക്കേ. Vedic literature was composed in the Sanskrit language, which in Vedic times was quite different from the Sanskrit that we are familiar with. അപ്പോൾ ഈ വേദ സാഹിത്യത്തിലെ കൃതികൾ മിക്കത് എഴുതിയിരുന്നത് എന്തിലാണ്? നമ്മുടെ സംസ്കൃത ഭാഷയിലായിരുന്നു വേദ സാഹിത്യങ്ങൾ രചിക്കപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പൊ അത് വേദകാലത്ത് നമുക്ക് പരിചിതമായ സംസ്കൃതത്തിൽ ഇല്ലേ, സംസ്കൃതത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു അതെന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു വേദ കാലഘട്ടത്തില് അല്ലെങ്കിൽ ആ വേദ സാഹിത്യം നമ്മൾ എഴുതിയിരുന്നത് സാൻസ്ക്രിറ്റിലെ സംസ്കൃത ലാംഗ്വേജ്, സംസ്കൃത ഭാഷയിലായിരുന്നു. അപ്പൊ നമുക്ക് വേദകാലത്ത് നമുക്ക് പരിചിതമായ സംസ്കൃതത്തിൽ നിന്നും അത് വളരെ എന്താണ്? വ്യത്യസ്തമായിരുന്നു. ഓക്കെ, while translating Vedic literature, scholars discovered many similarities between Sanskrit and some European languages such as Latin, English and German. ഇപ്പൊ എന്താ പറയുന്നത്? നമ്മുടെ ഈ ഒരു വേദ സാഹിത്യം, അതായത് എന്താണ് ഈ ഒരു വേദ സാഹിത്യം വിവർത്തനം ചെയ്യുമ്പോൾ എന്താ? പണ്ഡിതന്മാർക്ക് പലപ്പോഴും സംസ്കൃതവും മറ്റ് ലാറ്റിൻ ഭാഷകളുമായിട്ട് എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഉണ്ടെന്ന് കണ്ടെത്തി. ആ ബാക്കിയുള്ള ഭാഷകൾ ഏതൊക്കെയാ? ലാറ്റിൻ ഭാഷകൾ ഏതൊക്കെയാ? നോക്കിക്കേ. സാൻസ്ക്രിറ്റ് and some European languages. ആ ഒരു ബാക്കിയുള്ള ആ ഒരു യൂറോപ്യൻ ലാംഗ്വേജസ് ഏതൊക്കെയാ? ലാറ്റിൻ, ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ. അപ്പൊ എന്താണ് വേദ സാഹിത്യത്തിൽ ആ ഒരു സാൻസ്ക്രിറ്റ്
സാൻസ്ക്രിറ്റ് ഭാഷ നമ്മൾ അല്ലെങ്കിൽ വേദസാഹിത്യം സംസ്കൃത ഭാഷയിലുള്ള ആ വേദസാഹിത്യം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിവർത്തനം ചെയ്യുമ്പോൾ പണ്ഡിതന്മാർക്ക് എന്ത് തോന്നി? ആ ഒരു സംസ്കൃത ഭാഷയും അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ ഭാഷകളുമായിട്ട് എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഉണ്ടെന്ന് തോന്നിയില്ലേ? ആ യൂറോപ്യൻ ഭാഷകൾ ഏതൊക്കെയാണ്? ലാറ്റിൻ, ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ. ഓക്കെ, this lead to the conclusion that Sanskrit belong to the Indo-European group of languages. അപ്പോൾ എന്താണ് അതിൽ നിന്ന് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തി. നമ്മുടെ ഈ സംസ്കൃത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡോ യൂറോപ്യൻ ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജസിന്റെ കൂട്ടത്തിലുള്ളതാണെങ്കിൽ ആ ഒരു ഫാമിലിയിലുള്ളതാണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നു. ഓക്കെ, Indian languages such as Hindi, Kashmiri, Punjab, Assamese, Gujarati and Bengali which have Sanskrit roots also belong to the same group. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജസ് ആയ ഹിന്ദി, കാശ്മീരി, പഞ്ചാബ്, ആസാമീസ്, പിന്നെന്താ ഗുജറാത്തി ആൻഡ് ബംഗാളി, ഇതെല്ലാം എന്താണ് സംസ്കൃതത്തിന്റെ ഒരു റൂട്ട് ഉണ്ട് അല്ലേ? ഈ ഭാഷകൾക്കെല്ലാം നമ്മുടെ സംസ്കൃതവുമായിട്ടൊരു റൂട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം സെയിം ഗ്രൂപ്പിൽ പെടുന്നവയാണ്. അതർ ഇന്ത്യൻ ലാംഗ്വേജസ് ബിലോങ് ടു അതർ ലാംഗ്വേജ് ഗ്രൂപ്പ്. അപ്പൊ അതുകൂടാതെ ബാക്കി വരുന്ന ഇന്ത്യൻ ലാംഗ്വേജസ് എല്ലാം വേറെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുത്തി. ഫോർ എക്സാമ്പിൾ, ദ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് തമിഴ്, തെലുങ്കു, കന്നഡ ആൻഡ് മലയാളം ബിലോങ് ടു ദ ദ്രവിഡിയൻ ഗ്രൂപ്പ് ഇല്ലേ? അതുപോലെ തന്നെ മറ്റ് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് ആയിട്ടുള്ള ഏതൊക്കെയാ? തെലുങ്കു, തമിഴ്, കന്നഡ ആൻഡ് മലയാളം ബിലോങ് ടു ദ ദ്രവിഡിയൻ ഗ്രൂപ്പ്. ഈ ഭാഷകളെല്ലാം നമ്മൾ ദ്രവിഡിയൻ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഇപ്പൊ എന്തോ ടീച്ചർ പറഞ്ഞത്, നമ്മുടെ വേദിക് ലിറ്ററേച്ചർ സംസ്കൃത ഭാഷയിലായിരുന്നു രചിക്കപ്പെട്ടത്. അപ്പൊ ഈ സംസ്കൃത ഭാഷയിൽ രചിക്കപ്പെട്ട ഈ സാഹിത്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത്, വിവർത്തനം ചെയ്യുന്ന സമയത്ത് പണ്ഡിതന്മാർക്ക് മനസ്സിലായി ഈ സംസ്കൃത ലാംഗ്വേജും അതുപോലെ തന്നെ ബാക്കി കുറച്ച് എന്താണ് യൂറോപ്യൻ ലാംഗ്വേജസ് ആയിട്ട് എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ ആ യൂറോപ്യൻ ലാംഗ്വേജസ് ഏതൊക്കെയായിരുന്നു? ലാറ്റിൻ, ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ. അപ്പൊ അവർ അതിൽ നിന്നൊരു കൺക്ലൂഷനിലെത്തി ഈ സംസ്കൃതം ഭാഷ എന്താ ഈ ഒരു ഇൻഡോ യൂറോപ്യൻ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന എന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ലാംഗ്വേജസ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? ഹിന്ദി, കാശ്മീരി, പഞ്ചാബ്, അസാമീസ്, ഗുജറാത്തി ആൻഡ് ബംഗാളി, ഇവയൊക്കെ എല്ലാം സംസ്കൃതത്തിന്റെ ഒരു റൂട്ട് ഉണ്ടല്ലേ, ഒരു പേര് ഇതിനെല്ലാം ഉണ്ട്. അപ്പൊ അതും ഒരു വേറെ ഗ്രൂപ്പാക്കി അല്ലെങ്കിൽ ഈ സെയിം ഗ്രൂപ്പാക്കി അവർ മാറ്റി. നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റ് ലാംഗ്വേജസിനെ വേറെ ഗ്രൂപ്പാക്കി മാറ്റി. നമ്മുടെ തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം ഈ ഭാഷയെല്ലാം കൂടെ നമ്മൾ ദ്രാവിഡിയൻ ഗ്രൂപ്പിലും ഉൾപ്പെടുത്തി. ഓക്കെ, നെക്സ്റ്റ് വൺ, വേദിക് ലിറ്ററേച്ചർ ബിലോങ് ടു ദ പീപ്പിൾ കോൾഡ് ദ ആര്യൻസ്. അപ്പൊ എന്താണ് നമ്മുടെ ഈ ഒരു വേദ സാഹിത്യത്തില് ആര്യന്മാർ എന്നൊരു ജനതയുടേതായിരുന്നു നമ്മുടെ ഒരു വേദ സാഹിത്യം എന്ന് പറയുന്നത്. വേദിക് ലിറ്ററേച്ചർ ബിലോങ്ഡ് ടു എ പീപ്പിൾ കോൾഡ് ദ ആര്യൻസ്. എന്താ നമ്മൾ വിളിക്കുന്നത്? ആര്യൻസ്. അതായത് നമ്മുടെ ഈ ഒരു വേദ സാഹിത്യം എന്താണ് ഒരു ആര്യൻ ജനതയുടേത്, ആര്യന്മാർ എന്ന ഒരു ജനതയുടേതായിരുന്നു. ഓക്കെ, ഡ്യൂറിംഗ് ദ വേദിക് ഏജ് ദ ആര്യൻ സെറ്റിൽഡ് ഇൻ നോർത്തേൺ ഇന്ത്യ. അപ്പൊ വേദിക് ഏജിൽ ഈ ആര്യന്മാർ സെറ്റിൽ ചെയ്യുന്ന എവിടെയാണ്? നോർത്തേൺ ഇന്ത്യയിലായിരുന്നു അവര് സെറ്റിൽ ചെയ്തിരുന്നത്. കിങ് ഭരത ആൻഡ് ഹിസ് ഡിസെൻഡൻസ് ആഫ്റ്റർ ഹൂം ഇന്ത്യ വാസ് നെയ്മഡ് ഭാരത് വർഷ വെയർ ആര്യൻസ്. അപ്പൊ നമ്മുടെ കിങ് ഭാരത എന്ന് പറഞ്ഞ രാജാവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പിൻഗാമികളും ഒക്കെ കൂടി നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മുടെ ഇന്ത്യയെ നമ്മൾ ഭാരത് വർഷ എന്നുള്ള പേരിലും കൂടെ അറിയപ്പെടാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഇന്ത്യക്ക് ഭാരത് വർഷ എന്നുള്ള പേര്. കിങ് ഭാരത, അപ്പൊ ഭാരത എന്ന് പറയുന്ന ആ രാജാവിന്റെ പേരിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യക്ക് ഭാരത് വർഷ എന്നുള്ള പേരും കൂടി ലഭിച്ചത്. ഓക്കെ, നമ്മൾ നോക്കുന്നത് ദ വേദിക് ഏജ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ദ ഏർലി വേദിക് പീരീഡ് ആൻഡ് ദ ലേറ്റർ വേദിക് പീരീഡ്. എന്താണ് നമ്മുടെ ഈ ഒരു വേദിക് ഏജിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഏർലി വേദിക് പീരീഡ് എന്നും ലേറ്റർ വേദിക് പീരീഡ്. അതല്ലേ ആദ്യകാല വേദകാലമെന്നും പിൽക്കാല വേദകാലമെന്നും. അപ്പൊ ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ ഈ വേദിക് ഏജിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി നമുക്ക് ഏർലി വേദിക് പീരീഡിനെ കുറിച്ച് നോക്കാം ഇല്ലേ? ആദ്യകാല ആ ഒരു വേദ കാലഘട്ടത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഏർലി വേദിക് പീരീഡ്. ഓക്കെ, ഏർലി വേദിക് പീരീഡ് എന്ന് വെച്ചാൽ എന്താണ്? ദ വേദിക് ഏജ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ഏർലി വേദിക് പീരീഡ് ആൻഡ് ദ ലേറ്റർ വേദിക് പീരീഡ്. അപ്പൊ ഏർലി വേദിക് പീരീഡ് എന്ന് വെച്ചാൽ 1500 BC to 1000 BC. ഏതാണ്?
1500 BC to 1000 BC. ഈ ഒരു കാലഘട്ടത്തെയാണ് ഇതിന്റെ ഇടയ്ക്കുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ഏർലി വേദിക് പീരീഡ് എന്ന് പറയുന്നത്. 1500 BC to 1000 BC വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ഏർലി വേദിക് പീരീഡ് എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, the early Vedic age is also called Rigvedic age because the Rigveda was composed at this time. അപ്പോൾ നമ്മൾ ഈ ഒരു ഏർലി വേദിക് പീരീഡിനെ നമ്മൾ എന്താണ് ഋഗ്വേദിക് ഏജ് എന്നും പറയുന്നുണ്ട്. ഋഗ്വേദിക് ഏജ്, ഋഗ്വേദങ്ങളുടെ ആ ഒരു കാലഘട്ടം. അപ്പം ഏർലി വേദിക് പീരീഡിനെ നമ്മൾ ഋഗ്വേദിക് ഏജ് എന്നും വിളിക്കുന്നു. അതിന്റെ കാരണം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ 4 വേദങ്ങളില്ലേ, അതിൽ ഋഗ്വേദം രചിച്ചത് ഈ ഒരു ഏർലി വേദിക് പീരീഡിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഏർലി വേദിക് പീരീഡിനെ നമ്മൾ എന്താണ് ഋഗ്വേദിക് ഏജ് എന്നും വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ഋഗ്വേദിക് ഏജ്. ഏർലി വേദിക് പീരീഡിനെ നമ്മൾ ഋഗ്വേദിക് ഏജ് എന്ന് വിളിക്കുന്നു. കാരണം എന്താണ്? ഈ ഏർലി വേദിക് പീരീഡിലാണ് ഈ ഋഗ്വേദം രചിക്കപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഏർലി വേദിക് പീരീഡിനെ ഋഗ്വേദിക് ഏജ് എന്നും വിളിക്കുന്നു. ഓക്കെ, ഇനി എന്താണ് ഋഗ്വേദ? ഇനി എന്താണ് നമുക്ക് ഋഗ്വേദ നോക്കാം. The Rigveda is a very valuable source of information on the early Vedic period. അപ്പോൾ early Vedic പീരീഡിനെ കുറിച്ച് നമുക്ക് വാല്യുബിൾ ആയിട്ട് ഇൻഫർമേഷൻ നൽകുന്ന അല്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻസ് നൽകുന്ന ഒരു വാല്യുബിൾ സോഴ്സ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഋഗ്വേദ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഋഗ്വേദ അല്ലേ? ഋഗ്വേദം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ 4 വേദങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഋഗ്വേദം അല്ലേ, സാമവേദം, യജുർവേദം, അഥർവവേദം. അപ്പൊ അതില് ഈ ഋഗ്വേദ എന്ന് പറഞ്ഞാല് എന്താണ്? നമുക്ക് ഇൻഫർമേഷൻ, വേദിക് പീരീഡിനെ കുറിച്ച് ഇൻഫർമേഷൻസ് നൽകുന്ന വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് ഋഗ്വേദ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് 1028 hymns and prayers in praise of God and goddesses. അപ്പൊ എന്താണ്? ഇപ്പൊ ഇതിന്റെ അകത്ത് 1028 ശ്ലോകങ്ങളുണ്ട്. നമ്മൾ ഈ ദൈവത്തിനെ അല്ലെ, ദേവതകളെയും ദേവന്മാരെയും പ്രാർത്ഥിക്കാനും പൂജിക്കാനും ഒക്കെ ചെയ്യുന്ന എന്താണ് അത്തരത്തിലുള്ള 1028 ശ്ലോകങ്ങൾ ഇതിന്റെ അകത്ത് നമ്മുടെ ഈ ഒരു ഋഗ്വേദത്തിലുണ്ട്. അപ്പൊ ഓരോ ആ ഹിമനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ആ ശ്ലോകങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സൂക്ത എന്നാണ് പറയുന്നത്. എന്ത് പറയുന്നു? സൂക്ത. അപ്പൊ ഓരോ ഹിമൻ ആ ഒരു ശ്ലോകങ്ങളെ നമ്മൾ സൂക്ത എന്ന് വിളിക്കുന്നു. ഓക്കെ, വിച്ച് മെൻ വെൽ സ്പോക്കൺ. അപ്പൊ ഈ സൂക്ത എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? എന്താണ്? വെൽ സ്പോക്കൺ എന്നാണ് അതിന്റെ മീനിങ്. എന്താണ് ഈ സൂക്തയുടെ മീനിങ്? എന്താ? വെൽ സ്പോക്കൺ. എന്താണ്? നന്നായിട്ട് സംസാരിക്കുന്നു. The hymn were generally composed by rishis, some were composed by learned women. അപ്പൊ ഈ ഒരു എന്താണ് ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ശ്ലോകങ്ങൾ ആരാണ് കമ്പോസ് ചെയ്യുന്നത്? ഋഷീസ് ഇല്ലേ? ആരാണ്? നമ്മുടെ മുനിമാര്. അവരാണ് ഈ ഒരു ശ്ലോകങ്ങൾ കമ്പോസ് ചെയ്യുന്നത്, രചിക്കുന്നത് ഈ ഒരു ഋഷീസ് ആണ്. അതുപോലെ തന്നെ some were composed by learned women. ചിലപ്പോൾ എന്താണ് ഇതിലൊക്കെ അറിവുള്ള പഠിച്ച സ്ത്രീകളും ഈ ശ്ലോകങ്ങൾ രചിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞ ഋഗ്വേദ എന്ന് പറഞ്ഞാല് ഒരു നമ്മുടെ വേദിക് പീരീഡിനെ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻസ് നൽകുന്ന ഒരു വാല്യുബിൾ സോഴ്സ് ആണ് നമ്മുടെ ഋഗ്വേദ എന്ന് പറയുന്നത് അല്ലേ? ഋഗ്വേദം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് എന്താണ്? 1028 ഹെമൻ ആണുള്ളത് ഇല്ലേ? എന്താ ഇത്രയും ശ്ലോകങ്ങൾ? 1028 ശ്ലോകങ്ങൾ ഈ ഒരു ഋഗ്വേദത്തിലുണ്ട്. ദേവന്മാരെയും ദേവതകളെയും നമ്മൾ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാനുള്ള ഇത്രയും ശ്ലോകങ്ങൾ നമ്മുടെ ഈ ഒരു ഋഗ്വേദയിലുണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ ശ്ലോകങ്ങളെയും നമ്മൾ സൂക്ത എന്നാണ് വിളിക്കുന്നത്. സൂക്ത മീൻസ് വെൽ സ്പോക്കൺ, നന്നായി സംസാരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എന്താ നമ്മുടെ ഈ ഒരു ഹെം രചിക്കുന്നത് ആരാണ്? നമ്മുടെ മുനിമാര് അല്ലെ, ഋഷീസ് ആണ്. അപ്പൊ സമ്മയ കമ്പോസ്ഡ് ബൈ ലേൺ വുമൺ. ഇതിൽ അറിവ് നേടിയ അല്ലെങ്കിൽ പഠനം ഉള്ള എന്താ സ്ത്രീകളും ഈ ഒരു ശ്ലോകങ്ങൾ രചിക്കാറുണ്ട്. Initially, the Rigveda was not in written form but was passed on orally. അപ്പൊ ആദ്യത്തെ സമയത്ത് ഈ ഋഗ്വേദ ഒരു എഴുതപ്പെട്ട ഒരു വേദമല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാല് വാമൊഴിയായിട്ട് എന്താ പാസ് ചെയ്ത് പോകുന്നത്. അതായത് ഓറലി നമ്മൾ ഒരാൾ അതിനെ കുറിച്ച് ആ ശ്ലോകങ്ങളെല്ലാം പാടി മറ്റൊരാൾ അത് പഠിച്ചു പാടി അങ്ങനെ വാമൊഴിയായിട്ട് പകർന്നു പോകുന്ന വേദമായിരുന്നു ആദ്യകാലത്ത് നമ്മുടെ ഋഗ്വേദ. അത് എഴുതപ്പെട്ട ഒരു വേദമല്ലായിരുന്നു. ഓക്കെ, നോളജ് പാസ്ഡ് ഓൺ ദിസ് വേ ഈസ് നോൺ ആസ് ശ്രുതി. അപ്പൊ എന്താണ് ഇങ്ങനെ ഈ ഒരു എന്താ ഈ ഒരു അറിവ് ഋഗ്വേദത്തിലെ ആ ശ്ലോകങ്ങൾ അറിവ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് നമ്മൾ ശ്രുതി എന്നാണ് വിളിച്ചിരുന്നത്. The Vedic teachers took great care to teach students to pronounce words and memorize hymns correctly. അപ്പൊ എന്താണ്
അപ്പൊ ഈ ഒരു ടീച്ചേഴ്സ്, അപ്പൊ ആ വേദകാലഘട്ടത്തിൽ ഇത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അല്ലെ, വേദകാലത്തിലെ ആ ടീച്ചേഴ്സ് നല്ല ശ്രദ്ധയോടുകൂടിയാണ് കുട്ടികളെ ഈ എന്താണ് നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ചു. വളരെ ശ്രദ്ധയോടുകൂടി ഇതിലുള്ള വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യാനും ഇതിൻ്റെ അകത്തുള്ള ഓരോ വാക്കുകളും ഈ ശ്ലോകത്തിലുള്ള ഓരോ വേർഡ്സ് നല്ല രീതിയിൽ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാനും അതെല്ലാം കുട്ടികളെ അല്ലേ കാണാതെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും അന്നത്തെ വേദിക് ടീച്ചേഴ്സ് നല്ല രീതിയിൽ ശ്രദ്ധിച്ചു. അവരെ അത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ആ ടീച്ചേഴ്സ് നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നു. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ആ ഏർലി വേദിക് പീരീഡിൽ അവരുടെ പൊളിറ്റിക്കൽ ലൈഫ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഏർലി വേദിക് പീരീഡിലുള്ള അവരുടെ പൊളിറ്റിക്കൽ ലൈഫ് എങ്ങനെയായിരുന്നു? The early Vedic people lived in the region called Saptasindhu. അപ്പം മോഡേൺ ഹരിയാന ആൻഡ് അൺഡിവൈഡഡ് പഞ്ചാബ്. അപ്പം മോഡേൺ ഹരിയാന, ഇന്നത്തെ ഹരിയാന, അവർ ഡിവൈഡ് പഞ്ചാബ്. അപ്പൊ അവിടെയുള്ള സപ്തസിന്ധുവിലായിരുന്നു ഏർലി വേദിക് പീപ്പിൾ എന്ത് ചെയ്തത്, താമസിച്ചിരുന്നത്. അപ്പൊ ആ റീജിയനെ നമ്മൾ സപ്തസിന്ധു എന്നാണ് വിളിച്ചിരുന്നത്. It was watered by 7 rivers. അപ്പൊ ആ ഒരു പ്രദേശം അല്ലേ എന്താ 7 നദികളാൽ ചുറ്റപ്പെട്ടിരുന്നു. ഏതൊക്കെയാണ് ആ നദികൾ? ഇൻഡസ്, ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് ആൻഡ് സരസ്വതി. അപ്പൊ ഈ 7 നദികളായിട്ട് ചുറ്റപ്പെട്ടിരുന്ന ആ ഒരു എന്താണ് സപ്തസിന്ധു എന്ന് വിളിക്കുന്ന ആ പ്രദേശത്തായിരുന്നു നമ്മുടെ ഏർലി വേദിക് പീരീഡിലുള്ള ആൾക്കാർ താമസിച്ചിരുന്നത്. 7 നദികൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. സരസ്വതി വാസ് ഡ്രൈഡ് അപ്പ് സിൻസ്. പിൽക്കാലത്ത് സരസ്വതി എന്ത് ചെയ്തു, വരണ്ടുപോയി അല്ലേ, വറ്റിപ്പോയി. അപ്പം ഏർലി നമ്മുടെ വേദിക് പീരീഡിലെ പീപ്പിള് താമസിക്കുന്ന ആ പ്രദേശത്തെ നമ്മൾ സപ്തസിന്ധു എന്നാണ് വിളിക്കുന്നത്. അതായത് 7 നദികളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. അപ്പൊ ആ 7 നദികൾ ഏതൊക്കെയാണ്? ഇൻഡസ്, ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് ആൻഡ് സരസ്വതി. അപ്പൊ ഈ 7 നദികളുടെ സാന്നിധ്യം ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നു. അപ്പൊ 7 നദികളും ആ ഉള്ള പ്രദേശത്തെ നമ്മൾ സപ്തസിന്ധു എന്ന് വിളിച്ചു. അവിടെയാണ് ഈ ഒരു വേദിക് ഏജിലെ പീപ്പിൾ താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ കൂട്ടത്തിലുള്ള സരസ്വതി നദി പിന്നീട് വരണ്ടുപോയി, ഓക്കെ, വറ്റിപ്പോയി. ഇപ്പൊ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ട്രൈബൽ ഡിവിഷൻ. അവരുടെ ഒരു ഗോത്ര വിഭാഗത്തെ കുറിച്ചാണ് നമ്മളിനി. In the early Vedic period, the Aryans were divided into tribal groups. നമ്മുടെ ആ ഒരു ആദ്യത്തെ ആ ഏർലി വേദിക് പീരീഡിൽ നമ്മൾ ആര്യൻസ് എന്ന് പറഞ്ഞു. ആര്യൻസിന്റെ എന്ന് പറയുന്ന ഒരു ജനതയുടേതാണ് വേദിക് പീരീഡ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ ആ ആര്യൻസിനെ നമ്മൾ ഏർലി വേദിക് പീരീഡിൽ ട്രൈബൽ ആയിട്ട്, ഗോത്രമായിട്ട് അല്ലെങ്കിൽ ഗോത്ര ഗ്രൂപ്പായിട്ട് നമ്മൾ അവരെ തിരിച്ചിരുന്നു. The tribe was called Jana or Vish. അപ്പൊ ആ ഒരു ഗോത്രത്തെ നമ്മൾ ഒന്നുകിൽ ജന അല്ലെങ്കിൽ വിഷ് എന്നാണ് നമ്മൾ അതിനെ വിളിച്ചത്. അപ്പൊ നമ്മള് ആര്യന്മാരെ അല്ലേ, ആര്യന്മാരെ വേദിക് പീരീഡിലുള്ള ഏർലി വേദിക് പീരീഡില് ആര്യൻസിനെ നമ്മൾ എന്താണ് ട്രൈബായിട്ട് അല്ലേ, ഗോത്രമായിട്ട് ഡിവൈഡ് ചെയ്തു. ഗോത്ര വിഭാഗങ്ങളായിട്ട് നമ്മൾ അവരെ ഡിവൈഡ് ചെയ്തു. ട്രൈബൽ ഗ്രൂപ്പായിട്ട് നമ്മളെ ഡിവൈഡ് ചെയ്തു. ആ ട്രൈബൽ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിച്ചു? ജന ഓർ വിഷ്. ജന ഓർ വിഷ് എന്നാണ് നമ്മൾ വിളിച്ചത്. ദ ട്രൈബ്സ് വേർ കാറ്റിൽ ബ്രീഡേഴ്സ്. അപ്പൊ ഈ ഒരു ഗോത്ര വിഭാഗങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു? കന്നുകാലി വളർത്തൽ അല്ലേ, പശു വളർത്തൽ അല്ലെങ്കിൽ പശു വളർത്തുന്നത് ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ഓക്കെ, ദ ട്രൈബ്സ് വേർ കാറ്റിൽ ബ്രീഡേഴ്സ്. ഇപ്പം ട്രൈബൽ ഡിവിഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഏർലി വേദിക് പീരീഡില് ആര്യൻസിനെ നമ്മൾ ട്രൈബൽ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. ആ ട്രൈബിനെ നമ്മൾ ആ ഗോത്രത്തെ നമ്മൾ ജന ഓർ വിഷ് എന്ന് വിളിച്ചു. ജന അല്ലെങ്കിൽ വിഷ് നമ്മൾ അതിനെ വിളിച്ചു. ട്രൈബ്സ് വേറെ എന്തായിരുന്നു? കാറ്റിൽ ബ്രീഡേഴ്സ് ആണ്. പശു വളർത്തുന്ന ആൾക്കാരായിരുന്നു ആ ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ. പശു വളർത്തുന്ന ആൾക്കാരായിരുന്നു ആ ഒരു ട്രൈബ് എന്ന് പറയുന്നത്. ഓക്കെ, all adult male members of the wish took part in wars. നമ്മുടെ ആ ഒരു വിഷിലുള്ള, വിഷ് എന്ന് പറയുന്ന ഒരു സമൂഹം, ഗോത്ര സമൂഹം. അപ്പൊ അതിലുള്ള ഇച്ചിരി പ്രായപൂർത്തിയായ എല്ലാ മെയിൽ മെമ്പേഴ്സും യുദ്ധത്തിന് പോകുമായിരുന്നു, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് അവര് മാറാറുണ്ട്. വാർ കാൾഡ് ഗവിഷ്ടി. അപ്പൊ അത് ആ സമയത്ത് യുദ്ധത്തെ നമ്മൾ വിളിക്കുന്ന, ഏർലി വേദിക് പീരീഡിലുള്ള ആ ഒരു യുദ്ധത്തെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ഗവിഷ്ടി. എന്താണ് നമ്മൾ വിളിക്കുന്നത്? ഗവിഷ്ടി. എന്താണ് നമ്മൾ വിളിക്കുന്നത്? ഗവിഷ്ടി. GAVISHTH. അപ്പൊ ആ സമയത്തെ യുദ്ധത്തെ നമ്മൾ വാറിനെ നമ്മൾ was called Gavishti. Fought over the possession of cattle and grazing grounds were common. അപ്പൊ നമ്മൾ എന്താണ് കാറ്റിലിന് വേണ്ടി അല്ലേ, പശുക്കൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ സ്ഥലങ്ങൾക്ക് വേണ്ടിയൊക്കെ ആയിരുന്നു യുദ്ധം നടത്തിയിരുന്നത്. After
After a victory, all the members of which got a share of the booty. ഇപ്പൊ എന്താണ്, എല്ലാ വിജയങ്ങൾക്ക് ശേഷവും ഇതിൻ്റെ അകത്തുള്ള മെമ്പേഴ്സിന്, വിഷിലുള്ള മെമ്പേഴ്സിനെല്ലാം എന്താണ് ആ ഒരു യുദ്ധത്തിന്റെ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന നേട്ടത്തിന്റെ ഒരു പങ്ക് ലഭിച്ചിരുന്നു. The tribal chief got the largest share. അപ്പൊ ആ ഒരു ഗോത്രത്തിന്റെ തലവനായിരുന്നു ഏറ്റവും കൂടുതൽ അതിന്റെ ആ വിജയത്തിന്റെ പങ്ക് കിട്ടിയിരുന്നത്. Sometimes there were wars over river water. അപ്പം ചില സമയത്ത് റിവർ വാട്ടറിന് വേണ്ടിയിട്ടും ഇല്ലേ നദീജലത്തിന് വേണ്ടിയിട്ടും യുദ്ധങ്ങൾ നടന്നിരുന്നു. അപ്പൊ നമ്മള് ട്രൈബൽ ഡിവിഷന്റെ കാര്യം പറഞ്ഞു. ട്രൈബൽ ഡിവിഷൻ എന്ന് വെച്ചാൽ അന്നത്തെ ഏർലി വേദിക് പീരീഡിലെ ആര്യൻസിനെ നമ്മൾ ട്രൈബൽ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. അതിനെ നമ്മൾ ട്രൈബിനെ നമ്മൾ ജന ഓർ വിഷ് എന്ന് വിളിച്ചു. ജന അല്ലെങ്കിൽ വിഷ് എന്ന് പറഞ്ഞു. അപ്പം വിഷിലുള്ള മെയിൽ മെമ്പേഴ്സ് ആണ്, അഡൽട്ടായിട്ടുള്ള മെയിൽ മെമ്പേഴ്സ് ആണ് വാറിന് പോകുന്നത്, വാറിന്റെ പാർട്ടായിട്ട് മാറുന്ന അവരാണ്. അപ്പൊ ആ വാറിനെ നമ്മൾ ഗവിഷ്ടി എന്ന് വിളിച്ചു. അതുപോലെ തന്നെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, കന്നുകാലികളും ഇല്ലേ മേച്ചിൻപുറങ്ങളും സ്ഥലങ്ങളും ഗ്രൗണ്ടും കൈവശപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ യുദ്ധങ്ങൾ നടത്തിയിരുന്നത്. അപ്പൊ ആ യുദ്ധത്തിന്റെ ആ ഒരു വിജയത്തിന്റെ പങ്ക് ആ വിഷിലുള്ള മെമ്പേഴ്സിനെല്ലാം ലഭിച്ചിരുന്നു. നമ്മുടെ ആ ഒരു ട്രൈബൽ ആ ഒരു ഗ്രൂപ്പിന്റെ ചീഫിനാണ്, അതിന്റെ തലവനായിരുന്നു പലപ്പോഴും കൂടുതൽ പങ്ക് ലഭിച്ചിരുന്നത്. അപ്പം ചില സമയത്ത് നദീജലത്തിന് വേണ്ടിയും യുദ്ധങ്ങൾ നടത്താറുണ്ടായിരുന്നു. The most widely used weapon was the bow and arrow. One Rigvedic hymn reads, "With the bow let us win cows, with the bow let us conquer all the corners of the world." അപ്പൊ നമ്മുടെ ആ ഒരു യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട വെപ്പൺസ് എന്ന് പറഞ്ഞാൽ അമ്പും വില്ലുമായിരുന്നു അല്ലേ, ബോ ആൻഡ് ആരോ. അമ്പും വില്ലും ആയിരുന്നു യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട വെപ്പൺസ് എന്ന് പറഞ്ഞാൽ. ഏർലി വേദിക് പീരീഡിൽ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട വെപ്പൺസ് എന്ന് പറയുന്നത് നമ്മുടെ ബോ ആൻഡ് ആരോ, അമ്പും വില്ലുമായിരുന്നു. ഓക്കെ, വൺ ഋഗ്വേദിക് ഹിം റീഡ്സ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താണ് ഋഗ്വേദത്തിലൊരു ശ്ലോകമുണ്ട്, വിത്ത് ദ ബോ ലെറ്റ് us win cows. അപ്പൊ നമുക്ക് എന്താണ്, വില്ല് കൊണ്ട് നമുക്ക് അല്ലേ പശുക്കളെ വിജയിക്കാം. വിത്ത് ദ ബോ ലെറ്റ് us conquer all the corner of the world. അപ്പൊ വില്ല് കൊണ്ട് നമുക്ക് ലോകത്തിന്റെ എല്ലാ കോണുകളും കീഴടക്കാം എന്നുള്ളത് എന്താ നമ്മുടെ ഋഗ്വേദത്തിലെ പ്രശസ്തമായ കുറച്ച് ശ്ലോകങ്ങളാണ്. നമ്മൾ പറഞ്ഞത് ട്രൈബൽ ഡിവിഷനെ കുറിച്ച്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് രാജൻ. എന്താണ് രാജൻ? അതായത് ദ ട്രൈബൽ ചീഫ് വാസ് കാൾഡ് രാജൻ. ആ ട്രൈബലിന്റെ ആ ഒരു തലവനെ, ആ ഗോത്ര തലവനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, രാജൻ എന്ന് വിളിക്കുന്നത്. He led his tribe in war and maintained law and order. അപ്പൊ അദ്ദേഹത്തിന്റെ ജോലി എന്താ, അവിടെ തങ്ങളുടെ ആളുകളെ എന്താണ് യുദ്ധത്തിലേക്ക്, അവരുടെ ഗോത്രത്തിലുള്ള ആളുകളെ യുദ്ധത്തിലേക്ക് നയിക്കുക, അതുപോലെ തന്നെ ആ ഗോത്ര സമൂഹത്തിലെ ലോ ആൻഡ് ഓർഡർ നിലനിർത്തുക. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ രാജൻ ചെയ്തിരുന്നത്. ഓക്കെ, he also offered prayers on behalf of the tribe. അപ്പൊ ഇദ്ദേഹം ഈ ട്രൈബിന്റെ പേരിൽ, ആ ഒരു ഗോത്ര സമൂഹത്തിന്റെ പേരിൽ പ്രാർത്ഥനകളൊക്കെ നടത്തിയിരുന്നു. He received a voluntary donation for his services. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സർവീസസിന് വേണ്ടിയിട്ടില്ലേ അദ്ദേഹത്തിന് എന്താ സ്വമേധയായിട്ടുള്ള ഒരു ഡൊണേഷൻ, ഒരു സംഭാവന കിട്ടിയിരുന്നു, റിസീവ് ചെയ്തിരുന്നു. അതിനെ നമ്മൾ വാല്യൂ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ സേവനങ്ങൾക്ക് വേണ്ടി ഒരു donation save ചെയ്തിരുന്നു. ഓക്കെ, the Rajan was assisted by officials such as the commander in chief, the chief priest and the village headman. അപ്പൊ അദ്ദേഹം ആരെയൊക്കെ സഹായിച്ചിരുന്നു, നമ്മുടെ ഓഫീഷ്യൽസിനെ. ഏതൊക്കെയാണ്, കമാൻഡർ ഇൻ ചീഫ്, അതുപോലെ ചീഫ് പ്രീസ്റ്റ് പ്രധാന പുരോഹിതൻ, അതുപോലെ തന്നെ വില്ലേജ് ഹെഡ്മൻ അല്ലെ ഗ്രാമത്തലവൻ, ഇവരെയൊക്കെ നമ്മുടെ ഈ രാജൻ അസിസ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, ദ രാജൻ കൺസൾട്ടഡ് ഹിസ് സബ്ജക്ട് ഓൺ ഇമ്പോർട്ടന്റ് മാറ്റേഴ്സ്. ഹി ഡിഡ് ദിസ് ത്രൂ ദ സഭ, a small committee of select village elders and the samiti, the general assembly. The samiti choose the രാജൻ. എന്തോ പറയുന്നത്, അദ്ദേഹം തന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം തങ്ങളുടെ ഗോത്രത്തിലുള്ള ആളുകളോട് അഭിപ്രായം ചോദിച്ചിരുന്നു. അത് ഏത് വഴിയാണ്, സഭ, സമിതി തുടങ്ങിയ രണ്ട് കാര്യങ്ങളിലൂടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ അദ്ദേഹം തങ്ങളുടെ ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ സഭ എന്ന് പറഞ്ഞാല് എ സ്മാൾ കമ്മിറ്റി ഓഫ് സെലക്ട് വില്ലേജ് എൽഡേഴ്സ്, വില്ലേജ് എൽഡേഴ്സിനെ നിന്നില്ല, അതായത് സെലക്ട് ചെയ്ത വില്ലേജ് എൽഡേഴ്സ് എല്ലാം കൂടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് സഭ എന്ന് പറയുന്നത്. സമിതി എന്ന് പറഞ്ഞ ഒരു ജനറൽ അസംബ്ലിയാണ്. അപ്പം സമിതി ചൂസ് ചെയ്യുന്നത് എപ്പോഴും ഈ രാജൻ തന്നെയായിരിക്കും. അപ്പൊ രാജൻ തന്റെ കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ തന്റെ പ്രജകളോടൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഇനി ഒക്യുപേഷൻ ആൻഡ് അമ്യൂസ്മെന്റ്. അപ്പൊ അന്നത്തെ ആളുകളുടെ
അമ്യൂസ്മെന്റ്, വിനോദങ്ങളും എങ്ങനെയായിരുന്നു? ഏത് കാലഘട്ടത്തെയാണ്? ദ ഏർലി വേദിക് ഏജിലുള്ള അല്ലേ, ഏർലി വേദിക് പീരീഡിലെ ആളുകളുടെ ഒക്യുപ്പേഷൻസും അവരുടെ വിനോദങ്ങളും എങ്ങനെയായിരുന്നു നോക്കിക്കേ. ഗ്രോയിങ് ക്രോപ്സ് സച്ച് ആസ് വീറ്റ്, ബാർലി, റൈസ് ആൻഡ് റെയറിംഗ് കാറ്റിൽ were the main occupation of early Aryans. അപ്പം എന്താണ് early Aryans-ന്റെ പ്രധാനപ്പെട്ട തൊഴിൽ എന്തൊക്കെയായിരുന്നു? ഗ്രോയിങ് ക്രോപ്സ്. ഏതൊക്കെ ക്രോപ്സ് ആണ്, ഏതൊക്കെ വിളകളാണ് അവർ വളർത്തിയിരുന്നത്? വീറ്റ്, ബാർലി ആൻഡ് റൈസ്, ഈ തുടങ്ങിയ വിളകളൊക്കെ വളർത്തുക. അതുപോലെ തന്നെ അതിന്റെ റെയറിംഗ് കാറ്റില്, കന്നുകാലികളെ പരിപാലിക്കുക അല്ലെങ്കിൽ വളർത്തുക. ഇതൊക്കെയായിരുന്നു ഏർലി ആര്യൻസിന്റെ പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻസ്, തൊഴിലെന്ന് പറയുന്നത്. The cow was central to their lives. അപ്പോൾ ഒരു ജീവിതത്തിന്റെ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു സെൻട്രൽ, ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരുന്നു കൗ, പശു എന്ന് പറയുന്നത്. A man's honor was measured in terms of the number of cow he possessed. അപ്പോൾ എന്താണ് ഒരു മനുഷ്യന്റെ, അപ്പൊ അന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് നമ്മൾ ബഹുമാനം കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കൈവശം എത്ര പശുക്കളുണ്ട്, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ നമ്മൾ ബഹുമാനം കൊടുത്തിരുന്നത്. ഓക്കെ. The cow was also a unit of barter exchange. അപ്പോൾ കൗ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച്, ബാർട്ടർ സമ്പ്രദായത്തിന്റെയും ഒരു അടിസ്ഥാനം തന്നെയായിരുന്നു. The Aryans used horses and chariots in war and peace. യുദ്ധത്തിലൊക്കെ അവരെന്താണ് നമ്മുടെ കുതിരകളും രഥങ്ങളും ഒക്കെ ഉപയോഗിച്ചിരുന്നു. In the later Vedic period, the horse became an important religious symbol. അപ്പം later Vedic period ആയപ്പോഴത്തേക്കും കുതിര, ഹോഴ്സ് എന്ന് പറയുന്ന ഒരു എന്താണ്, ഒരു റിലീജിയസ്, പ്രധാനപ്പെട്ട റിലീജിയസ് സിംബൽ ആയിട്ട് മാറി. The Rigveda mentions that there were craftsmen such as carpenters, chariot makers, weavers, leather workers and potters. അപ്പോൾ ഋഗ്വേദത്തിൽ ഈ തൊഴിലിനെയൊക്കെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? അപ്പം ക്രാഫ്റ്റ്മാൻ അല്ലെ, മരപ്പണിക്കാര്, കാർപ്പന്റേഴ്സ്. ഏതൊക്കെയാണ്? ക്രാഫ്റ്റ്മാൻ, കാർപ്പന്റേഴ്സ് മരപ്പണിക്കാര് അല്ലേ, ചാരിയറ്റ് മേക്കേഴ്സ് രഥം ഉണ്ടാക്കുന്ന ആൾക്കാര്, വീവേഴ്സ് നെയ്യുന്നവരും, ലെതർ വർക്ക് ചെയ്യുന്നവരും, പോട്ടേഴ്സ്. ഈ തൊഴിലിനെ എല്ലാം കുറിച്ച് നമ്മുടെ ഋഗ്വേദത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. The usual pastime of the Aryans were chariot racing, hunting, gambling, music and dancing. നമ്മൾ ഒക്യുപ്പേഷൻ പറഞ്ഞു ആര്യൻസിന്റെ അല്ലെങ്കിൽ ഏർലി വേദിക് പീരീഡിലുള്ള ആൾക്കാരുടെ മെയിൻ ഒക്യുപ്പേഷൻ നമ്മൾ പറഞ്ഞു. എന്താ? ഗ്രോയിങ് ക്രോപ്സ്, വീറ്റ്, റൈസ്, ബാർലി പോലുള്ള വിളകൾ വളർത്തുന്നു. അതുപോലെ തന്നെ റെയറിംഗ് കാറ്റിലെ കന്നുകാലികളെ വളർത്തുന്നു. ഇതൊക്കെയാണ് അവിടെ പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഇപ്പൊ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു? ക്രാഫ്റ്റ്മാൻ, പിന്നെ കാർപ്പന്റേഴ്സ്, ചാരിയറ്റ് മേക്കേഴ്സ് ഉണ്ട്, വ്യൂവേഴ്സ് ഉണ്ട്, ലെതർ വർക്ക് ഉണ്ട്, പോട്ടേഴ്സ് ഉണ്ട്, തുടങ്ങിയ തൊഴിലിനെ കുറിച്ച് നമ്മുടെ ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ആ ഒരു എന്താ ഫ്രീ ടൈം അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട വിനോദങ്ങൾ എന്ന് പറയുന്നത് അല്ലേ, നമ്മുടെ രഥയോട്ടം, അത് അതുപോലെ തന്നെ ഹണ്ടിങ്, വേട്ടയാടുക, ചൂതാട്ടം ഇല്ലേ, മ്യൂസിക്, എന്താണ് സംഗീതം, നൃത്തം, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വിനോദ പരിപാടികളെന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് വൺ സോഷ്യൽ ലൈഫ്. അവരുടെ അന്നത്തെ ആ ഒരു സാമൂഹിക ഒരു ജീവിതം, അവരുടെ സോഷ്യൽ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഏത് കാലഘട്ടത്തെയാണ്? നമ്മുടെ ഏർലി വേദിക് പീരീഡില് ആ ഒരു സോഷ്യൽ ലൈഫിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കിക്കേ. എ ജോയിന്റ് ഫാമിലി വാസ് ദ സ്മാളസ്റ്റ് സോഷ്യൽ യൂണിറ്റ്. അപ്പം ആ ഒരു അവരുടെ സോഷ്യൽ ലൈഫിലെ ജോയിന്റ് ഫാമിലിയാണ് അവിടുത്തെ സ്മാളസ്റ്റ് സോഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഹെഡഡ് ബൈ ദ സീനിയർ മോസ്റ്റ് മെയിൽ മെമ്പർ. അപ്പൊ ആ ഒരു ജോയിന്റ് ഫാമിലിയെ കൺട്രോൾ ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്ന ആരായിരിക്കും? ആ ഒരു ഫാമിലിയിലുള്ള ഏറ്റവും മൂത്ത ഒരു മെയിൽ മെമ്പർ ആയിരിക്കും ഇല്ലേ, ഒരു പുരുഷ അംഗമായിരിക്കും ആ ഒരു ഫാമിലിയെ ലീഡ് ചെയ്യുന്നത്. വുമൺ ഹെൽഡ് എ പൊസിഷൻ ഓഫ് റെസ്പെക്ട് ഇൻ സൊസൈറ്റി. ഇപ്പൊ സ്ത്രീകൾക്ക് സമൂഹത്തിൽ നല്ല ബഹുമാനം അറിയിക്കുന്ന ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. ദേ കുഡ് അറ്റൻഡ് അസംബ്ലീസ് ആൻഡ് ഓഫർ പ്രേയേഴ്സ്. അപ്പൊ എന്താണ്, പ്രാർത്ഥനകളിലും അസംബ്ലികളിലും ഒക്കെ ഈ സ്ത്രീകളും പങ്കെടുത്തിരുന്നു. ഓക്കെ, ഇനി അവിടുത്തെ വർണ്ണ സിസ്റ്റം എന്താണ്? വർണ്ണ സിസ്റ്റം. അപ്പൊ നമ്മള് സോഷ്യൽ ലൈഫിനെ കുറിച്ച് പറഞ്ഞു. എന്താണ്? ജോയിന്റ് ഫാമിലിയാണ് അവിടുത്തെ സ്മാളസ്റ്റ് സോഷ്യൽ യൂണിറ്റ് എന്ന് പറഞ്ഞാല് ഒരു ജോയിന്റ് ഫാമിലിയാണ്. ആ ഫാമിലിയെ ലീഡ് ചെയ്യുന്നത് അവിടുത്തെ എന്താണ്, സീനിയർ മോസ്റ്റ് മെയിൽ മെമ്പർ ആയിരിക്കും ആ ഫാമിലിയെ ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വുമന് സൊസൈറ്റിയിൽ നല്ലൊരു സ്ഥാനം, ബഹുമാനമുള്ള നല്ലൊരു ബഹുമാനം അർഹിക്കുന്ന നല്ലൊരു സ്ഥാനം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് അസംബ്ലിയിലും പ്രയാസിലും ഒക്കെ പങ്കെടുക്കാനും സാധിച്ചിരുന്നു.
അടുത്ത നമ്മൾ നോക്കുന്നത് വർണ്ണ സിസ്റ്റം. നോക്കിക്കേ, ഫസ്റ്റ് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് വർണ്ണ, സ്കിൻ കളർ. അപ്പൊ എന്താണ് വർണ്ണ എന്ന് വെച്ചാല് സ്കിൻ കളർ, നമ്മുടെ തൊലിയുടെ ആ ഒരു നിറം വെച്ചിട്ട് ആദ്യകാലത്ത് നമ്മുടെ സൊസൈറ്റി ഈ ഒരു തൊലിയുടെ നിറത്തിന്റെ പേരിൽ ഡിവൈഡ് ചെയ്തിരുന്നു. എങ്ങനെയാണ്? The fair skinned Aryans considered the dark skinned thus as inferior. അപ്പം ഫെയർ ആയിട്ടുള്ള സ്കിന്നുള്ള നമ്മുടെ ആര്യന്മാര് എന്താണ് ഇച്ചിരി ഇരുണ്ട നിറമുള്ള ദാസസിനേക്കാളും മുകളിലായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ ഫെയർ സ്കിൻഡ്, ഡാർക്ക് സ്കിൻഡ്, അപ്പൊ ആ ഒരു രീതിയിൽ ആളുകളെ വിവേചനം ചെയ്തിരുന്നു. The Dasas were the original inhabitants of the region where the Aryan settled. അപ്പൊ നമ്മുടെ ഈ ഒരു ആര്യന്മാർ അധിവസിച്ചിരുന്ന ആ ഒരു പ്രദേശത്തെ ആദിമ നിവാസികളായിരുന്നു ഈ ഒരു ദാസാസ് എന്ന് വിളിക്കുന്ന ആൾക്കാർ, ഇല്ലേ? Okay, നോക്കിക്കേ, among the Aryans, the four sections of the society from the highest to the lowest. അപ്പൊ ആര്യന്മാരിൽ തന്നെ നമ്മൾ ഹൈയസ്റ്റ് മുതൽ ഏറ്റവും ഉയർന്ന തട്ടിൽ നിൽക്കുന്നവരായിട്ട് താഴെ തട്ടിങ്ങനെ ഡിവൈഡ് ചെയ്തു, 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അതെങ്ങനെയാണ്? ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ ആൻഡ് ശൂദ്ര. ആര്യന്മാരിൽ തന്നെ നമ്മൾ ഈ ആൾക്കാരെ ഇങ്ങനെ 4 തട്ടുകളിലാക്കി തിരിച്ചിരുന്നു: ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. Okay, the priest who looked after religious matters and recited prayers were Brahmins. അപ്പോൾ എന്താണ് പുരോഹിതന്മാര്, അല്ലേ? എന്താ റിലീജിയസ് കാര്യങ്ങൾ നോക്കുന്ന, ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർ, ദൈവത്തെ പൂജിക്കുന്ന ആൾക്കാർ, അതുപോലെ പ്രാർത്ഥന നടത്തുന്നവരെ എല്ലാം നമ്മൾ ആ പ്രീസ്റ്റിനെ എല്ലാം നമ്മൾ ബ്രാഹ്മിൻസിന്റെ കൂട്ടത്തിൽ ബ്രാഹ്മണരായിട്ട് കണക്കാക്കി. The king and the warriors who protected the tribe from harm were ക്ഷത്രിയാസ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ദുരിതം ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ ആ ഒരു ട്രൈബിനെ സംരക്ഷിക്കുന്ന രാജാവും അദ്ദേഹത്തിന്റെ എന്താണ് യോദ്ധാക്കളെ നമ്മൾ ക്ഷത്രിയ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. The Vaishyas were mainly farmers and craftsmen. അപ്പം വൈശ്യർ എന്ന് പറഞ്ഞാല് ഫാർമേഴ്സ്, പ്രധാനപ്പെട്ട കൃഷിപ്പണിക്കാരും ക്രാഫ്റ്റ്മാനൊക്കെ ആയിരുന്നു. ഒക്കെ നമ്മള് വൈശ്യരുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. Those who worked for others were Shudras. മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരെ, പണിയെടുക്കുന്ന ആൾക്കാരെ നമ്മൾ ശൂദ്രന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി. അപ്പൊ ഈ ഒരു 4 രീതിയിൽ ആര്യന്മാരെ നമ്മൾ എന്താണ് ഏറ്റവും മുകൾ തട്ടിൽ നിന്ന് താഴെ തട്ടിലേക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്തു: ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ബ്രാഹ്മൺസ് എന്ന് പറഞ്ഞാൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന പുരോഹിതന്മാര്, പ്രാർത്ഥന നടത്തുന്നവർ, ദൈവത്തെ പൂജിക്കുന്നവർ, അവരെല്ലാം നമ്മൾ ബ്രാഹ്മൺസിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി. ക്ഷത്രിയ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ട്രൈബിനെ സംരക്ഷിക്കുന്ന രാജാവും അദ്ദേഹത്തിന്റെ യോദ്ധാക്കളെ നമ്മൾ ക്ഷത്രിയ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. അതായത് യുദ്ധം ചെയ്ത ആൾക്കാർ. അതിനുശേഷം നമ്മൾ ആരാ പറഞ്ഞത്? നമ്മുടെ വൈശ്യരെന്ന് വെച്ചാൽ കൃഷിപ്പണി ചെയ്യുന്ന ആൾക്കാർ, മരപ്പണി ചെയ്യുന്നവരൊക്കെ വൈശ്യ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. അതുപോലെ ശൂദ്ര എന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരെ നമ്മൾ ശൂദ്ര വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. ഓക്കെ, Dasas and those Aryans who disobeyed social rules were also considered as Shudra. അപ്പോൾ ശൂദ്ര വിഭാഗത്തിൽ എന്താണ് ഇതേപോലെ ദാസന്മാരും ഉണ്ട്, അതുപോലെ തന്നെ ഈ റൂൾസ് അംഗീകരിക്കാത്ത നമ്മുടെ സോഷ്യൽ റൂൾസ് ഡിസൊബേ ചെയ്യുന്ന ആര്യൻസിനെയും കൂടെ നമ്മൾ ശൂദ്രന്റെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. ലേറ്റർ ദാസ meant slave. അപ്പൊ പിൻകാലത്ത് ഈ ദാസ എന്ന് പറയുന്ന വിഭാഗക്കാരാണ് അടിമകളായിട്ട് മാറിയത്. ഓക്കെ, the system of social division based on occupation later developed into the caste system are now varna and caste. അപ്പോൾ എന്താണ് നമ്മുടെ ഒരു സാമൂഹിക ഒരു വിഭജനം, ഇല്ലേ? ആ ഒരു സോഷ്യൽ ഡിവിഷൻ ഒക്യുപ്പേഷന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യം വന്നത്. പിന്നെ അത് എന്തായിട്ട് മാറി? അതിൽ നിന്ന് കാസ്റ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അപ്പൊ വർണ്ണന്റെ മീനിങ് എന്താ? കാസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അവരുടെ സോഷ്യൽ ലൈഫ് എങ്ങനെയാണെന്ന് പറഞ്ഞു, നമ്മൾ അവരുടെ വർണ്ണ സിസ്റ്റം പറഞ്ഞു, എന്തായാലും വേദിക് പീരീഡിലെ വർണ്ണ സിസ്റ്റം പറഞ്ഞു. ആളുകളെ നമ്മൾ ആര്യൻസിനെ ഫെയർ സ്കിൻ എന്നും അതുപോലെ ഡാർക്ക് സ്കിൻ, അങ്ങനെ ആളുകളെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. ആര്യൻസിനെ നമ്മൾ ഫെയർ സ്കിൻ ആയിരുന്നു. അപ്പൊ അവരെ തന്നെ വീണ്ടും നമ്മൾ 4 ക്ലാസിഫൈ ചെയ്തു: ബ്രാഹ്മൺസ്, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അപ്പൊ ഓരോ വിഭാഗത്തിൽ വരെ ആളുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ അവരുടെ റിലീജിയനെ കുറിച്ച്, അതായത് ഏർലി വേദിക് പീരീഡിലെ റിലീജിയൻ, മതം എങ്ങനെയായിരുന്നു നോക്കിക്കേ. ഇൻ ദ ബിഗിനിങ് ദ ആര്യൻസ് വർഷിപ്ഡ് ദ ഫോഴ്സസ് ഓഫ് നേച്ചർ സച്ച് ആസ് പൃഥ്വി എർത്ത്, അഗ്നി ഫയർ, വായു വിൻഡ്, ഇന്ദ്ര റെയിൻ, സൂര്യ സൺ ആൻഡ് വരുൺ സ്കൈ. അപ്പൊ ആദ്യകാലത്ത് തുടക്കത്തിൽ നമ്മുടെ ആര്യൻസ് നമ്മുടെ പ്രകൃതി ശക്തികളെയായിരുന്നു, പ്രകൃതിയിലുള്ള ശക്തികളെയായിരുന്നു ആരാധിച്ചിരുന്നത്. അതായത് പൃഥ്വി നമ്മുടെ ഭൂമിയെ, അതുപോലെ തന്നെ അഗ്നി, അല്ലെ, ഫയർ തീ, വായു നമ്മുടെ കാറ്റിനെ, അതുപോലെ തന്നെ റെയിൻ ഇന്ദ്രൻ മഴയെ,
ഇപ്പം സൂര്യനെ പിന്നെന്താ വരുൺ സ്കൈ ആകാശത്തെ. അപ്പൊ ഈ ആകാശം, ഭൂമി, തീ, ജലം, അപ്പൊ ഈ തുടങ്ങിയ കാര്യങ്ങളെയായിരുന്നു ആദ്യ സമയത്ത് നമ്മുടെ ആര്യന്മാര് പൂജിച്ചിരുന്നത്. ഈ നേച്ചർ പ്രകൃതി ശക്തികളെയാണ് അവർ ആദ്യകാലത്ത് പൂജിച്ചിരുന്നത്. Their most important god was Indra. അതായത് റെയിൻ ഇല്ലേ, ഇന്ദ്രയായിരുന്നു അവിടെ പ്രധാനപ്പെട്ട ദൈവം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ദൈവം. There were no idols. കാരണം എന്താ, അവർക്ക് വിഗ്രഹങ്ങളൊന്നും ഇല്ല. Prayers were chanted in open air. അപ്പൊ അവരുടെ ഈ പ്രാർത്ഥനകളെല്ലാം നടത്തുന്നത് എന്താണ്, ഓപ്പൺ എയറിൽ തന്നെയായിരുന്നു. Rituals were simple. അവരുടെ റിച്വൽസ്, ആചാരങ്ങളെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ളതായിരുന്നു. Fire was an important part of such rituals. അപ്പൊ ഈ ഒരു ആചാരങ്ങളുടെ എല്ലാം ഭാഗമായിരുന്നു ഫയർ. തീ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആചാരങ്ങളുടെ എല്ലാം ഭാഗമായിരുന്നു. അപ്പൊ നമ്മുടെ എന്താണ് ഈ ഒരു ഏർലി വേദിക് പീരീഡ് തീർന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മൾ വേദ കാലഘട്ടത്തെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. എന്താ, ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യയുടെ ചരിത്രത്തില് 1500 BC to 600 BC വരെയാണ് ഈ ഒരു വേദ കാലഘട്ടം ഉള്ളത്. അപ്പൊ നമ്മൾ വേദിക് ലിറ്ററേച്ചറിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഏർലി വേദിക് പീരീഡ്, വേദിക് കാലഘട്ടത്തെ നമ്മൾ ഏർലി വേദിക് പീരീഡ് എന്നും ലേറ്റർ വേദിക് പീരീഡ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏർലി വേദിക് പീരീഡിന്റെ കാലമാണ് നമ്മൾ ഈ പറഞ്ഞത്. അവിടുത്തെ ഋഗ്വേദം രചിച്ചത് ആ ഒരു ഏർലി വേദിക് പീരീഡിലാണ്. അവരുടെ പൊളിറ്റിക്കൽ ലൈഫ് എന്താന്ന് പറഞ്ഞു, അവിടുത്തെ അവരുടെ ഒക്യുപ്പേഷനും അവരുടെ വിനോദങ്ങളൊക്കെ എന്താന്ന് പറഞ്ഞു, അവരുടെ റിലീജിയൻ, അവരുടെ സോഷ്യൽ ലൈഫ് എങ്ങനെയാണ് നമ്മൾ നോക്കി. അപ്പൊ ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ലേറ്റർ വേദിക് പീരീഡ്. ഇനി എന്താണ്, ഏർലി വേദിക് പീരീഡ് കഴിഞ്ഞു, ആദ്യകാല ഒരു വേദകാലഘട്ടം കഴിഞ്ഞു. ഇനി ലേറ്റർ പിൽക്കാല വേദകാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാം. അപ്പൊ അവരുടെ സോഷ്യൽ ലൈഫ് എങ്ങനെയാണ്, പിൽക്കാല വേദകാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ ലൈഫ് എങ്ങനെയാണ്, അവരുടെ ഓക്യുപ്പേഷൻ, അവരുടെ വിനോദങ്ങൾ എന്തൊക്കെയായിരുന്നു, ഓക്കെ, ആ കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ലേറ്റർ വേദിക് പീരീഡ്. Beginning of the later Vedic period around 1000 BC, the Aryans learned the use of iron. നമ്മുടെ ആ ഒരു ലേറ്റർ വേദിക് പീരീഡിന്റെ ആ ഒരു ആദ്യ കാലഘട്ടത്തിൽ, അതായത് 1000 BC-ല് ആര്യൻസ് എന്താ അയണിന്റെ ഉപയോഗം പഠിക്കാൻ തുടങ്ങി ഇല്ലേ. അയണിന്റെ ഉപയോഗം അവര് പഠിച്ചു, മനസ്സിലാക്കി. This was the beginning of the Iron Age in India. അപ്പോൾ എന്താണ്, ഇന്ത്യയില് അയൺ ഏജിന് തുടക്കം കുറിച്ചു. അപ്പൊ 1000 BC-ൽ, അതായത് നമ്മുടെ ലേറ്റർ വേദിക് പീരീഡിന്റെ ആ ഒരു ആരംഭത്തില് ആര്യൻസ് അയണിന്റെ ഉപയോഗം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ഇരുമ്പ് യുഗം അല്ലെ, അയൺ ഏജ് നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. The Aryans refers to iron as a sham as black metal. They now moved towards Kurukshetra and Hastinapur on the banks of the river Yamuna. അപ്പൊ അവരെന്താണ്, ഈ ഒരു അയണിനെ അവര് ഷാം ആയാസ് അല്ലെങ്കിൽ ബ്ലാക്ക് മെറ്റൽ എന്നാണ് അവര് വിളിക്കുന്നത്. ഈ ഒരു അയണിനെ ബ്ലാക്ക് മെറ്റൽ, യഥാർത്ഥ ബ്ലാക്ക് മെറ്റൽ അല്ലെങ്കിൽ ഷാം ആയാസ് എന്നാണ് അവര് വിളിക്കുന്നത്. ആര്യൻസ് ഈ അയണിനെ വിളിക്കുന്നത് ബ്ലാക്ക് മെറ്റൽ അല്ലെങ്കിൽ ഷാം ആയാസ് എന്നാണ്. അപ്പൊ അവരെങ്ങോട്ട് നീങ്ങി തുടങ്ങി ആര്യൻസ്, നമ്മുടെ കുരുക്ഷേത്ര, ഹസ്തിനപുരം, അതായത് നമ്മുടെ യമുന നദിയുടെ തീരത്തുള്ള കുരുക്ഷേത്ര, ഹസ്തിനപുരിലേക്ക് അവര് നീങ്ങി തുടങ്ങി ആര്യൻസ്. The use of iron tools enabled them to clear the dense jungles of the region. അപ്പൊ അയൺ അവര് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അയൺ കൊണ്ടുള്ള ടൂൾസും വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ അയൺ ടൂൾസ് അവരെ എന്തിനു സഹായിച്ചു, കൊടുങ്കാടൊക്കെ വെട്ടിത്തെളിച്ച് നല്ല പ്രദേശമാക്കി മാറ്റാൻ ഈ അയൺ ടൂൾസ് അവരെ ഹെൽപ്പ് ചെയ്തു. From here the Aryans spread along the northern Gangetic plain. അപ്പൊ എന്താണ്, ഇങ്ങനെ ഈ ഒരു കാടൊക്കെ വെട്ടിത്തെളിച്ചതോടുകൂടി അവര് നമ്മുടെ വടക്കൻ ഗംഗാസമതലത്തിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി ആര്യന്മാര്. The other three Vedas, namely the Samaveda, Yajurveda and Atharvaveda, were composed during this period. So were the Ramayana, the Mahabharata and parts of the Purana. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഒരു ഋഗ്വേദം രചിച്ചത് ഏത് കാലഘട്ടത്തിലാണ്, ഏർലി വേദിക് പീരീഡിലായിരുന്നു ഇല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ആ കാലഘട്ടം നമ്മൾ ഋഗ്വേദിക് പീരീഡ് അല്ലെങ്കിൽ ഋഗ്വേദിക് ഏജ് എന്നും പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ള 3 വേദങ്ങൾ, സാമവേദം, യജുർവേദം, അഥർവവേദം, ആ 3 വേദങ്ങൾ രചിക്കപ്പെട്ടത് ഈ ഒരു ലേറ്റർ വേദിക് പീരീഡിലായിരുന്നു. അതുപോലെ തന്നെ രാമായണം, പുരാണങ്ങളായ അല്ലെ, പുരാണത്തിന്റെ ഭാഗമായ രാമായണവും മഹാഭാരതവും ഒക്കെ രചിച്ചതും ഈ ഒരു സമയത്ത് തന്നെയായിരുന്നു. Towards the end of the later Vedic period, that is around 600 BC. അപ്പൊ 600 BC ആയപ്പോഴത്തേക്ക് നമ്മുടെ എന്താണ് ആ ഒരു വേദിക് പീരീഡ് അവസാനിക്കാൻ തുടങ്ങി, ലേറ്റർ വേദിക് പീരീഡ് അവസാനിക്കാൻ തുടങ്ങി. The Aryans spread from the Ganga, Yamuna, Doba to Kosala in UP and Videha in North Bihar. അപ്പൊ നമ്മുടെ ആ ഒരു
നമ്മുടെ ലേറ്റർ വേദിക് പീരീഡിന്റെ അവസാനത്തോടു കൂടി, അതായത് 600 BC കൂടി നമ്മുടെ ആര്യൻസ് എവിടെയെല്ലാം വ്യാപിച്ചു? നമ്മുടെ UP ഉത്തർപ്രദേശിലുള്ള കോസല, അതുപോലെ ദോബ, ഗംഗ, യമുന, അതുപോലെ തന്നെ വിദേഹ, നോർത്ത് ബീഹാർ വിദേഹ, ഈ സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ ആര്യൻസ് വ്യാപിക്കാൻ തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന അവരുടെ പൊളിറ്റിക്കൽ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. The Rajan was now a king who had a proper army and a kingdom. അപ്പോൾ നമ്മൾ ഏർലി വേദിക് കാലഘട്ടം വന്നപ്പോൾ അവിടെ രാജൻ എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ കണ്ടു അല്ലേ. അപ്പൊ ആ രാജന്റെ സ്ഥാനം ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ കിങ് ആയിട്ട് മാറി അല്ലേ. രാജൻ എന്ന് പറയുന്ന ആള് കിങ് ആയിട്ട് മാറി. അദ്ദേഹത്തിന് ഒരു പ്രോപ്പർ ആർമിയും ഒരു എന്താണ് കിങ്ഡവും കിട്ടി. ഒരു എന്താണ് ഒരു ആർമി, അദ്ദേഹത്തിന് ഒരു ആർമിയും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കിങ്ഡവും രാജ്യവും ലഭിച്ചു. His prestige depend on the extent of the area he controlled. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിമാനം എന്താണ്? അദ്ദേഹത്തിന്റെ കൈവശം എത്രമാത്രം സ്ഥലങ്ങളുണ്ട്, പ്രദേശമുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം പ്രദേശം അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് പോയിരുന്നത്. He adopted lofty titles like സാമ്രാട്ട് ആൻഡ് മഹാരാജാധിരാജ. അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് ഉന്നത വിളിപ്പേരുകൾ കിട്ടി. ഏതൊക്കെയാണ്? സാമ്രാട്ട്, മഹാരാജാധിരാജ എന്നൊക്കെയുള്ള അദ്ദേഹത്തിന് ഈ ഒരു ഉന്നത പദവികൾ ലഭിച്ചു. ഓക്കെ, നോക്കിക്കേ. He performed yagan sacrifice like Rajasuya to gain more power and Ashwamedha to expand his kingdom. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? യാഗങ്ങളൊക്കെ നടത്തി അല്ലേ. യാഗങ്ങളും അതുപോലെ തന്നെ രാജസൂയ എന്ന് പറയുന്ന യാഗങ്ങളൊക്കെ നടത്തി കൂടുതൽ പവർ കിട്ടാനായിട്ട് ഈ രാജൻ എന്ത് ചെയ്തു? രാജസൂയ പോലുള്ള യാഗങ്ങൾ നടത്തി. അതുപോലെ തന്നെ അശ്വമേധ നടത്തി. കൂടുതൽ പ്രദേശങ്ങൾ കൈക്കലാക്കാൻ വേണ്ടി അശ്വമേധ പോലുള്ളതും നടത്തി. അശ്വമേധ യാഗ, a horse belonging to the king went into neighboring kingdom. If it was stopped, a war ensued. Otherwise, the territory through which it passed became the king's. അപ്പൊ എന്താണ് ഈ അശ്വമേധത്തിൽ ചെയ്യുന്നത്? എന്താണെന്ന് വെച്ചാല് എന്ത് ചെയ്യും? ഒരു കുതിര, രാജാവിന്റെ ഒരു കുതിര അയൽ രാജ്യത്തേക്ക് അയക്കും. അപ്പൊ അയക്കുന്ന സമയത്ത് കുതിര ആരെങ്കിലും സ്റ്റോപ്പ് ചെയ്താൽ, ആ പോകുന്ന വഴിക്ക് കുതിര ആരെങ്കിലും തടഞ്ഞാൽ അവിടെ വെച്ച് യുദ്ധം നടക്കും. ആ കുതിരയെ തടയാതെ കുതിര മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ കുതിര പാസ് ചെയ്യുന്ന പ്രദേശമെല്ലാം രാജാവിൻ്റെതായിട്ട് മാറും. അശ്വമേധത്തിൽ ഈ ഒരു രീതിയായിരുന്നു പിന്തുടർന്നുള്ളത്. എന്താണ്? രാജാവിന്റെ കുതിരയെ രാജാവ് അയൽ രാജ്യത്തേക്ക് പറഞ്ഞു വിടും. അപ്പൊ കുതിര പോകുന്ന വഴിക്ക് ആരെങ്കിലും തടയുവാണെങ്കിൽ അവിടെ വെച്ച് യുദ്ധം സ്റ്റാർട്ട് ചെയ്യും. ആരും തടയുന്നില്ല, കുതിര കുറെ പ്രദേശങ്ങൾ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ കുതിര പാസ് ചെയ്ത് പോകുന്ന പ്രദേശം മൊത്തം രാജാവിന്റെ കയ്യിലായിട്ട് മാറും. അപ്പൊ ഈ ഒരു രീതിയാണ് അശ്വമേധത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. The horse was later sacrificed. അപ്പൊ ഈ കുതിരയെ പിന്നെ എന്ത് ചെയ്യുന്നു? ബലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, during a sacrifice, priests performed a special rituals in which the king and his family participate. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒരു യാഗവേളയിൽ പുരോഹിതന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? രാജാവും കുടുംബവും പങ്കെടുത്ത പ്രത്യേക ചടങ്ങുകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? The wish members other than those who belonged to very low caste attended the ceremony. അപ്പൊ നമ്മുടെ ഒരു താഴ്ന്ന ജാതിക്കാർ ഒഴികെ അല്ലേ, ബാക്കി ഉയർന്ന ആൾക്കാർ, വളരെ താഴ്ന്ന ജാതികളിൽപ്പെട്ടവർ ഒഴികെയുള്ള ബാക്കി വിശിഷ്ട അംഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ആരൊക്കെയാണ്? പ്രധാനപ്പെട്ട ആൾക്കാർ, താഴ്ന്ന ജാതിക്കാർ ഒഴികെ ബാക്കി എല്ലാ പ്രധാനപ്പെട്ട ആൾക്കാരും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമായിരുന്നു. സംടൈംസ് അതർ കിങ്സ് വെയർ ഓൾസോ ഇൻവൈറ്റഡ്. ചില സമയത്ത് രാജാവ് പല ആൾക്കാരെ ക്ഷണിച്ചു വരുത്തിയിരുന്നു. As kingdoms grew larger, kings become more powerful. അപ്പോൾ രാജ്യങ്ങൾ ഇങ്ങനെ പിടിച്ചടക്കി കൂടുതലായതോടുകൂടി രാജാവിന്റെ അധികാരവും വർദ്ധിച്ചു അല്ലേ. രാജാവും കൂടുതൽ പവർഫുൾ ആയി. The chief priest position rose in important as he performed the rituals. അപ്പോൾ ആ ഒരു പ്രധാന പുരോഹിതനായിരിക്കും ആ റിച്വൽസിലെല്ലാം പ്രധാനപ്പെട്ട പങ്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നത് അദ്ദേഹമായിരിക്കും. At the village level, the village assembly carried on the administration. ഇപ്പോൾ വില്ലേജ് ലെവലാകുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത് ആ ഒരു വില്ലേജ് അസംബ്ലികളായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വേണ്ട ഒക്യുപ്പേഷൻ ആൻഡ് അമ്യൂസ്മെന്റ്. നേരത്തെ നമ്മൾ ഏർലി വേദിക് കാലഘട്ടത്തിലെ ഒക്യുപ്പേഷനും അവരുടെ വിനോദങ്ങളും പറഞ്ഞു. ഇത് നമ്മുടെ ലേറ്റർ വേദിക് കാലഘട്ടത്തിലുള്ള ആൾക്കാരുടെ ഒക്യുപ്പേഷനും അമ്യൂസ്മെന്റും. നോക്കിക്കേ, അഗ്രികൾച്ചർ റിമൈൻ ദ ചീഫ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. അപ്പൊ എന്താണ്? കൃഷി തന്നെയാണ് അവരുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. The use of iron produced better weapons and heavier agricultural implement like iron plough. Okay, അപ്പോൾ നമ്മൾ കൃഷി തന്നെയായിരുന്നു അവിടെ പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ. അപ്പോൾ കൂടുതൽ ഉപകരണങ്ങൾ വന്നില്ലേ, അയൺ കണ്ടുപിടിച്ചതോടുകൂടി കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഉപകരണങ്ങൾ, നിലമൊഴുകാനായാലും ഇല്ലേ കലപ്പയൊക്കെ എന്താ അയൺ കൊണ്ടുള്ള വെപ്പൺസ് വന്നു. അത് അവർക്ക് കുറെ കൂടി കൃഷി എളുപ്പമാക്കി.
The later Vedic periods saw improvements in craft like weaving, leather working, pot making, carpentry and jewelry making. The early Vedic amusement were still popular. എന്താണ് അവർക്ക് കൂടുതൽ തൊഴിൽ അവർ ചെയ്യാൻ തുടങ്ങി. കാരണം എന്താ അവരുടെ ടൂളൊക്കെ വളരെ നല്ലതായിട്ട് വന്നുകൂടി കുറെ ജോലികൾ നല്ലപോലെ ഏർപ്പെട്ടു. ഏതൊക്കെയാണ്? വീവിങ്ങിലും ലെതർ വർക്കിങ്ങിലും ബോട്ട് മേക്കിലും എല്ലാം അവർ അവരുടെ വൈദഗ്ധ്യം തെളിയിച്ചു. ഡെയിലി വേദിക് അമ്യൂസ്മെന്റ് വെയർ സ്റ്റിൽ പോപ്പുലർ. അപ്പൊ അന്നത്തെ കാലത്ത് വിനോദങ്ങൾ തന്നെയായിരുന്നു ലേറ്റർ വേദിക് പീരീഡിലും പിന്തുടർന്നത്. ഇനി അവരുടെ സോഷ്യൽ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഓക്കെ, women were considered to be inferior to men and occupied a lower position in society. ഇപ്പം നമ്മള് വിമൻ അതായത് പുരുഷന്മാരെക്കാളും താഴ്ന്നവരായിരുന്നു സ്ത്രീകൾ എന്നുള്ള ആ രീതിയിൽ വന്നു. സ്ത്രീകൾക്ക് സമൂഹത്തിൽ താഴ്ന്ന പദവിയായിരുന്നു കൊടുത്തിരുന്നത്. However, women's presence was essential in religious ceremonies. പക്ഷേ റിലീജിയസ് സെറമണീസിൽ വിമന്റെ പങ്ക് അല്ലെങ്കിൽ പ്രസൻസ് എന്താണ് എസെൻഷ്യൽ ആയിരുന്നു. വിമൻ ഓഫ് ദ അപ്പർ ക്ലാസസ് കുഡ് റിസീവ് എഡ്യൂക്കേഷൻ. അപ്പർ ക്ലാസ്സിലുള്ള വിമന് മാത്രമേ എഡ്യൂക്കേഷൻ ലഭിച്ചിരുന്നുള്ളൂ. ഇനി സോഷ്യൽ ഡിവിഷൻസ്. ദ ബ്രാഹ്മൺസ് ആൻഡ് ക്ഷത്രിയാസ് കോപ്പറേറ്റഡ് ഇൻ റൂളിംഗ് സൊസൈറ്റി. അപ്പൊ സൊസൈറ്റിയുടെ ഭരണം നടത്തിയിരുന്നത് നമ്മുടെ ഈ ബ്രാഹ്മണനും ക്ഷത്രിയനും കൂടെ ഒരുമിച്ചായിരുന്നു, സഹകരിച്ചായിരുന്നു. Towards the end of the later Vedic period, many Vaishyas who were originally farmers shifted their occupation to trade and craft. അപ്പം ലേറ്റർ വേദിക് പീരീഡിന്റെ ആ ഒരു അവസാനത്തോടു കൂടി അല്ലേ, അല്ലെങ്കിൽ ആ ഒരു അവസാന ഭാഗമായപ്പോഴത്തേക്കും അതിന്റെ എൻഡോട് കൂടി പല വൈശ്യരും അല്ലേ, ഫാർമേഴ്സ് കൃഷിപ്പണി ചെയ്യുന്ന പല വൈശ്യരും എന്തിലോട്ട് മാറി? അവരുടെ ട്രേഡിലോട്ടും ക്രാഫ്റ്റിലോട്ടും അവരുടെ ജോലിയെ അവര് മാറ്റി, വ്യാപാരവും എന്താ ക്രാഫ്റ്റ് ഒക്കെ ആയിട്ട് മാറ്റി. Shudras were now engaged in the cultivation of land and also in menial jobs. അപ്പം കുറഞ്ഞ വേതനമുള്ള ജോലികൾ അല്ലെങ്കിൽ അവര് ശൂദ്രാസ് എന്തോത്തിലോട്ട് എൻഗേജ് ചെയ്ത് ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യാനും ജോലിയിലൊക്കെ അവര് തിരിഞ്ഞു. They were still deprived of many of the privileges enjoyed by the upper caste. അപ്പൊ അപ്പർ കാസ്റ്റിൽ ലഭിച്ചിരുന്ന പല എന്താണ് പ്രിവിലേജസ് നമ്മുടെ ഈ ഒരു ശൂദ്രാസിന് ലഭിച്ചിരുന്നില്ല. By the end of the later Vedic period, the caste system had become hereditary and rigid. അപ്പൊ എന്താണ് നമ്മുടെ ഈ ഒരു വേദിക് പീരീഡിന്റെ ആ ഒരു ലേറ്റർ വേദിക് പീരീഡിന്റെ ആ ഒരു അവസാനത്തോടു കൂടി നമ്മുടെ ഈ ഒരു ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് പാരമ്പര്യവും കർക്കശവുമായിട്ട് മാറി, ഹെറിഡിറ്ററിയും റിജിഡും ആയിട്ട് മാറി. This meant that a son had to carry on his father's profession. അപ്പൊ ഒരാൾ ജോലി ചെയ്യുന്ന അച്ഛന്റെ ജോലി വേണം ആ ഒരു മകനും പിന്തുടരാൻ. ആൻഡ് ചേഞ്ച് ഓഫ് പ്രൊഫഷൻ വാസ് കണ്ടം. അപ്പൊ എന്താണ്, അങ്ങനെ ജോലി മാറ്റി ചെയ്യാൻ അച്ഛന്റെ ജോലി തന്നെ മകൻ ചെയ്തിരിക്കണം, അങ്ങനെ ജോലി മാറ്റി ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ന്യൂ സബ്സ്റ്റൻസസ് എമർജ്ഡ് ആസ് ന്യൂ ഓക്യുപ്പേഷൻസ് came into existence. അപ്പൊ പുതിയ രീതികൾ വന്നപ്പോൾ പുതിയ ഒക്യുപ്പേഷൻസ് വരാൻ തുടങ്ങി. Some professions such as disposing of dead bodies were looked down upon. ഇപ്പൊ എന്താണ് ഈ ഡെഡ് ബോഡി ഇല്ലേ, ഡെഡ് ബോഡി ഒക്കെ ഡിസ്പോസ് ചെയ്യാന്നുള്ള ഒരു മൃതദേഹം കത്തിക്കുക അല്ലെങ്കിൽ മൃതദേഹം അടക്കുക എന്നുള്ള ഒരു ജോലിയൊക്കെ എന്താ വളരെ നിന്ദ്യമായിട്ട് കരുതി പോന്നു. Those who did such work were considered untouchables. ആ ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ തൊട്ടുകൂടാത്തവരുടെ വിഭാഗത്തിലങ്ങ് ഉൾപ്പെടുത്തി. An upper caste person who touched an untouchable needed ritual പ്യൂരിഫിക്കേഷൻ. അപ്പൊ എന്താണ്, ഇങ്ങനെ ഒരു അപ്പർ കാസ്റ്റിലുള്ള ഒരാള് ഈ ഒരു അൺടച്ചബിൾ ആയിട്ടുള്ള ആൾക്കാരെ തൊടുവാണെങ്കിൽ അവർ ആചാര ശുദ്ധി വരെ നടത്തേണ്ടി വന്നു. ഓക്കെ, ഇനി റിലീജിയൻ, അവരുടെ റിലീജിയൻ എങ്ങനെ, മതം എങ്ങനെയായിരുന്നു? The important early Vedic gods lost their importance. അപ്പൊ എന്താണ്, നമ്മുടെ ഏർലി വേദിക് പീരീഡിൽ ഉണ്ടായിരുന്ന പല ദൈവങ്ങളുടെയും ഇമ്പോർട്ടൻസ്, പ്രാധാന്യം ഈ ഒരു സമയമായപ്പോഴത്തേക്ക് നഷ്ടപ്പെട്ടു. They were replaced by Prajapati Brahma, the creator, Vishnu, the preserver, and Shiva, the destroyer. Okay, Hinduism as it exists today began to take shape in this period. Sacrifice assumed great importance and religious worship became very complex. ഇപ്പൊ എന്തായിട്ട് മാറി, അതായത് നമ്മുടെ ഈ ഒരു പണ്ട് ദൈവത്തിന് അവിടെ ഏർലി വേദിക് പീരീഡിൽ കുറെ ദൈവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. പക്ഷെ ആ ദൈവങ്ങളുടെ പ്രാധാന്യം എല്ലാം ലേറ്റർ വേദിക് പീരീഡ് ആയപ്പോഴത്തേക്ക് നഷ്ടപ്പെട്ടു. ലേറ്റർ വേദിക് പീരീഡിൽ പ്രജാപതി, അതായത് ബ്രഹ്മാവ് അല്ലെ, എന്തെങ്കിലും സൃഷ്ടിക്കുന്ന ബ്രഹ്മാവ്, വിഷ്ണു ആ സംരക്ഷിക്കുന്നത് അല്ലെ, സംരക്ഷകൻ, അതുപോലെ ശിവ എല്ലാം നശിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലോട്ട് മാറി ഹിന്ദുയിസം, നമ്മുടെ അവരുടെ പ്രാർത്ഥന ആചാരം എല്ലാം ആ ഒരു രീതിയിലോട്ട് മാറി. അപ്പൊ അവര് ഈ യാഗങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്ത് അവരുടെ റിലീജിയസ് വർഷിപ്പും വളരെ കോംപ്ലക്സ് ആയിട്ട് മാറി. ഇനി അവരുടെ എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്, അതായത് ലേറ്റർ വേദിക് പീരീഡിലെ എഡ്യൂക്കേഷൻ നോക്കിക്കേ. ഗേൾസ് റിസീവ്ഡ് എഡ്യൂക്കേഷൻ അറ്റ് ഹോം. അപ്പൊ പെൺകുട്ടികൾക്ക്
അവരുടെ വീട്ടിൽ തന്നെ എഡ്യൂക്കേഷൻ കൊടുത്തു. എ ബോയ് സ്പെൻഡ് ഹിസ് സ്റ്റുഡന്റ് ലൈഫ് ഇൻ എ ഗുരുകുൽ. അപ്പം ബോയ് ആൺകുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം ചെലവഴിച്ചത്, ആ വിദ്യാഭ്യാസ കാലഘട്ടം അവർ ജീവിതം ചെലവഴിച്ചത് ഗുരുകുലത്തിലാണ്. ഓക്കെ, where the guru lived with his family and peoples. ഇപ്പൊ ഗുരു അതായത് ടീച്ചർ, നമ്മൾ ആ വേദ കാലഘട്ടത്തിലെ ടീച്ചറിനെ പഠിപ്പിക്കുന്ന അധ്യാപകർ നമ്മൾ ഗുരു എന്നാണ് പറയുന്നത്. ആ കുട്ടികളെ താമസിച്ച് പഠിക്കുന്ന ഗുരുകുലം എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഗുരു തന്റെ കുടുംബത്തോടും തന്റെ ശിഷ്യന്മാരോടും കൂടി ജീവിച്ചു. ഓക്കെ, the people served the guru in return for the knowledge gained. അപ്പൊ എന്താണ്, തങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചു തരുന്ന അധ്യാപകനെ, ഗുരുവിനെ അവർ പകരം സേവിച്ചു അല്ലെ, പകരം അവര് ഗുരുവിനെ സേവിച്ചു. നോളജ് വാസ് പാസ്ഡ് ഓൺ ഓറലി ഇൻ സംസ്കൃത്. അപ്പൊ സംസ്കൃത ഭാഷയിൽ വാമൊഴിയായിട്ടായിരുന്നു വിദ്യാഭ്യാസ അറിവ് പകർന്നുകൊണ്ടിരുന്നത്. മോസ്റ്റ് ഓഫ് ഹിസ് നോളജ് വാസ് ഫ്രം വേദിക് ലിറ്ററേച്ചർ. അതായത് വേദ സാഹിത്യത്തിൽ നിന്നായിരുന്നു കൂടുതലും അറിവുകൾ ഇങ്ങനെ പകരുന്നത്. ഗ്രാമർ, ആസ്ട്രോണമി, മെഡിസിൻ, ദ ആർട്ട് ഓഫ് വാർഫെയർ, മ്യൂസിക് ആൻഡ് ആർക്കിടെക്ചർ വെയർ ആൾസോ. എന്തൊക്കെയാണ് ആ സമയത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? എന്തൊക്കെയാ? ഗ്രാമർ, ആസ്ട്രോണമി, മെഡിസിൻ, ആർട്ട് ഓഫ് വാർഫെയർ അല്ലേ, മ്യൂസിക്, ആർക്കിടെക്ചർ, ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് അവര് ഗുരുക്കൾ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവരുടെ എഡ്യൂക്കേഷന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്, ലേറ്റർ വേദിക് പീരീഡില് ആളുകളുടെ പൊളിറ്റിക്കൽ ലൈഫ് എങ്ങനെയായിരുന്നു, അവരുടെ ഓക്യുപ്പേഷൻ എന്താണ്, അവരുടെ വിനോദ പരിപാടികൾ എന്തൊക്കെയായിരുന്നു, അവരുടെ സോഷ്യൽ ലൈഫ് എങ്ങനെയുള്ളതായിരുന്നു, അവരുടെ സോഷ്യൽ ഡിവിഷൻ നമ്മൾ പറഞ്ഞു, അവരുടെ റിലീജിയൻ പറഞ്ഞു, എഡ്യൂക്കേഷൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് വേദിക് ഏജ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, ആ സമയത്തെ പ്രത്യേകതകൾ ഇല്ലേ. എന്നിട്ട് വേദിക് ഏജിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു പറഞ്ഞു. ഏർലി വേദിക് പീരീഡും ലേറ്റർ വേദിക് പീരീഡ്. അപ്പൊ ഏർലി വേദിക് പീരീഡില് സോഷ്യൽ ലൈഫ്, അവരുടെ പൊളിറ്റിക്കൽ ലൈഫ്, ഋഗ്വേദം അല്ലേ, അവരുടെ ആ ഒരു ഓക്യുപ്പേഷൻ, അതൊക്കെ നമ്മൾ പറഞ്ഞു. റിലീജിയൻ. അതുപോലെ ലേറ്റർ വേദിക് പീരീഡിന്റെയും കാലഘട്ടത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അവരുടെ പൊളിറ്റിക്കൽ ലൈഫ്, അവരുടെ ഓക്യുപ്പേഷൻ എങ്ങനെയാണ്, അവരുടെ സോഷ്യൽ ലൈഫ് എന്തൊക്കെയായിരുന്നു, അവരുടെ എഡ്യൂക്കേഷൻ, റിലീജിയൻ, ആ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കണം. അപ്പൊ ഇന്ന് പഠിപ്പിച്ച ഈ ഭാഗത്തിന് നോട്ട്സ് ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. എല്ലാ നോട്ട്സ് എഴുതിയെടുക്കണം, ടീച്ചറിന് സെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റഡി ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് ഇട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ടെക്സ്റ്റ് കുറേ പ്രാവശ്യം നിങ്ങൾ വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. പഠിക്കാം. നമ്മളിന്ന് മാത്സിലെ പുതിയൊരു ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. ചാപ്റ്റർ 8 ആൾജിബ്രിക് എക്സ്പ്രഷൻസ്. നോക്കിക്കേ, നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കാം. ഇൻ അരിത്മെറ്റിക് വി ഡീൽ വിത്ത് സ്പെസിഫിക് നമ്പേഴ്സ് ആൻഡ് യൂസ് ദ സിംബൽ 0 1 2 3 4 5 6 7 8 9 10 to represent them. We use the four fundamental operations, namely addition, subtraction, multiplication and division on specific numbers and obtain number expression. On the basis of certain observations, we obtain general result called formula. നമുക്ക് എന്താണ്, നമ്മളിപ്പോൾ മാത്സിൽ ഇല്ലേ, നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നമ്പേഴ്സ് കാണും, 0 1 2 3. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷനോ അഡീഷനോ സബ്സ്ട്രാക്ഷനോ ഡിവിഷനോ ഒക്കെ നടത്തുമ്പോൾ നമുക്കൊരു ഒബ്സർവേഷൻ, നമുക്കൊരു അതിൻ്റെ ഒരു ഫലം ലഭിക്കും. അത് നമ്മൾ ഫോർമുല, ആ ഒരു ഒബ്സർവേഷനെ നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ജനറൽ റിസൾട്ടിനെ നമ്മൾ ഫോർമുല എന്ന് പറയും. ഓക്കെ, consider the following example. The perimeter of a square is given by perimeter is equal to 4 into sin. അതായത് നമ്മളൊരു പെരിമീറ്റർ, ഒരു ചതുരത്തിന്റെ അല്ലേ ചുറ്റളവ് കാണാൻ നമ്മൾ എന്താണ് പറയുന്നത്? പെരിമീറ്റർ. പെരിമീറ്റർ is equal to പെരിമീറ്റർ is equal to 4 into side. അതായത് നമുക്കറിയാം അതിന് 4 വശങ്ങളുണ്ട്. അതിന്റെ ആ സൈഡ് അല്ലെങ്കിൽ അതിന്റെ ലെങ്തിന് നമ്മൾ ആ 4 എന്നുള്ളതിനെ ആ ഒരു അതിന്റെ സൈഡ് ലെങ്ത് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് പെരിമീറ്റർ, ആ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് കിട്ടുന്നതെന്ന് പറയും. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ എഴുതും. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഒരു ലെറ്റർ കൊണ്ട് റെപ്രസെന്റ്, ഇത്ര ഇങ്ങനെ നീട്ടി എഴുതാതെ ഇപ്പൊ ഈ പെരിമീറ്റർ എന്ന് പറയുന്നതിനെ നമുക്ക് പി കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ചെയ്തൂടെ? ഈ 4 അതുപോലെ ഇൻറ്റു ഈ സൈഡ് അല്ലെങ്കിൽ ലെങ്ത് എന്നുള്ളതിനെ നമുക്ക് എസ് കൊണ്ട്
അല്ലെ ഡിനോട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 4 ഇൻടു സൈഡ് എന്ന് പറയുന്ന ആ ഒരു ഇതിനെ ഇല്ലേ ആ ഒരു ഇക്വേഷനെ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു രീതിയിൽ എഴുതുന്നു. പെരിമീറ്ററിന് പി എന്ന് ഡിനോട്ട് ചെയ്തു, 4 ഇൻടു സൈഡിന് എസ് എന്ന് ഡിനോട്ട് ചെയ്തു. This rule is true for all system of unit and for all possible values of the length of the side of the square. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എല്ലാ ഏത് ചതുരത്തിന്റെ കാര്യം പറയാൻ നമുക്ക് ഇത് അല്ലെങ്കിൽ ചതുരത്തിന്റെ എല്ലാ കാര്യം പറയുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ആ ഈ ഒരു കാര്യം നമുക്ക് എടുക്കാം അല്ലേ, എല്ലാത്തിലും ഇത് കറക്റ്റ് ആയിട്ട് വരും. when s is equal to 2, അപ്പോൾ നമ്മൾ ഇവിടെ s എന്ന് കൊടുത്തതിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, 2 എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. നമുക്ക് എങ്ങനെ എഴുതാം, p is equal to 4 into 2. ആൻസർ 8 വന്നേ. ഓക്കെ, കറക്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് s ന് 3 എന്ന് പറയുന്ന ഒരു നമ്പറും കൊടുക്കാം. അപ്പോൾ എങ്ങനെ വരും, p is equal to 4 into 3 എന്ന് പറയാം. p is equal to 4 into 3. അപ്പോൾ നമുക്ക് ആൻസർ കൊടുക്കണം. അപ്പോൾ ഒരു ചതുരത്തിന്റെ പെരിമീറ്ററിലെ ചുറ്റളവ് നമുക്ക് ഈ s ന് നമുക്ക് പല സംഖ്യകൾ കൊണ്ട് ചെയ്ത് ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. എന്നാലും ഈ p is equal to 4 into s എന്ന് പറയുന്നത് മാറില്ലല്ലോ, അത് എല്ലാത്തിലും ഒരേപോലെ ആയിരിക്കും വരുന്നത്. s ന് നമ്മൾ വേറെ നമ്പർ ഇട്ട് പോത്തതേ ഉള്ളൂ. ഓക്കെ, thus the generalized result of arithmetic are known as formula. In formula we use letters to represent numbers. Such letters are known as literal numbers. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു, ഇപ്പോൾ ഈ p is equal to 4 into 3 എന്ന് പറയുന്ന ഒരു ഇതിനെ നമ്മൾ 3ക്ക് പകരം നമ്മൾ s കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് അല്ലേ നമ്പറിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ലെറ്റർ കൊണ്ട് ആ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫോർമുല എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ നമ്പറിന് പകരം നമ്മൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യും. ഇപ്പൊ നമ്മൾ 3ന് പകരം എസ് ആണ് ഇപ്പൊ ഇട്ടേക്കുന്നത് അല്ലേ, അങ്ങനെ നമ്പറിന് പകരം എന്താണ് ലെറ്റേഴ്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന നമ്മൾ ഫോർമുല എന്ന് വിളിക്കുന്നത്. ഈ ഫോർമുലയിൽ എന്ത് ചെയ്യുന്നു, നമ്പറിന് പകരമാണ് നമ്മൾ ലെറ്റേഴ്സ് കൊണ്ട് അതിനെ സൂചിപ്പിക്കുന്നു. Such letters are known as literal numbers. അപ്പോൾ ഈ ലെറ്റേഴ്സിനെ നമ്പറിന് പകരം ലെറ്റർ ഇട്ട് നമ്മൾ ഫോർമുല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ലെറ്ററിനെയാണ് നമ്മൾ ലിറ്ററൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ലെറ്ററിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ലിറ്ററൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ. ഇപ്പോൾ ഈ ടീച്ചർ ഈ നമ്മുടെ സ്ക്വയറിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് p into 4 into s എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു നമ്പർ കിട്ടും, ഇവിടെ ഒരു നമ്പർ കിട്ടും. ഈ രണ്ട് നമ്പറിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ലെറ്റർ വെച്ച് ആ ഒരു ഫോർമുല നമ്മൾ ഉണ്ടാക്കി. അപ്പൊ ഈ നമ്പറിനെയാണ് ഈ ലെറ്ററിനെയാണ് നമ്മൾ ലിറ്ററൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ആൾജിബ്ര എന്താണ്, ആൾജിബ്ര നോക്കിക്കേ. ആൾജിബ്ര ഈസ് ജനറലൈസ്ഡ് അരിത്മെറ്റിക് ഇൻ വിച്ച് നമ്പേഴ്സ് ആർ റെപ്രസെന്റഡ് ബൈ ലെറ്റേഴ്സ് നോൺ ആസ് ലിറ്ററൽ നമ്പേഴ്സ് ഓർ സിംപ്ലി ലിറ്ററൽസ്. അപ്പൊ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താ നമ്മളിപ്പോ പറഞ്ഞു, നമ്പേഴ്സിനെ നമ്മൾ ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ആ ലെറ്ററിനെ നമ്മൾ വിളിക്കുന്നത് ലിറ്ററൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ലിറ്ററൽസ് എന്നാണ്. എന്ത് വിളിക്കുകയാണെങ്കിൽ നമ്മൾ ലിറ്ററൽസ് എന്ന് വിളിക്കും. ഓക്കെ, ആ നമ്പേഴ്സിനെ നമ്മൾ ലിറ്ററൽസ് എന്ന് വിളിക്കുന്നു. Since literal are also numbers, they obey all the rules of addition, subtraction, multiplication and division. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്പേഴ്സിന് പകരം ലെറ്റർ ഇട്ട് കൊടുത്താലും ഇല്ലേ, ലിറ്ററൽസ് ഇട്ട് കൊടുത്താലും ഈ ലിറ്ററൽസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മാത്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ജനറൽ റൂള് ഇല്ലേ, നമ്മുടെ റൂള് മാത്സിന്റെ ജനറൽ റൂൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതിന്റെ എല്ലാ റൂൾസ് അനുസരിച്ചാണ് ഈ ലിറ്ററൽ നമ്പേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, നമ്മൾ നമ്പേഴ്സിന് പകരം നമ്മൾ ലെറ്റർ ഇട്ട് ഓരോ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. അതിനെയാണ് നമ്മൾ ആൾജിബ്ര എന്ന് നമ്മൾ വിളിച്ചത് അല്ലേ. ആൾജിബ്ര ഈസ് എ ജനറലൈസ്ഡ് അരിത്മെറ്റിക് ഇൻ വിച്ച് നമ്പേഴ്സ് ആർ റെപ്രസെന്റഡ് ബൈ ലെറ്റേഴ്സ്. നമ്പേഴ്സിനെല്ലാം നമ്മൾ ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി ഓപ്പറേഷൻ ഓൺ ലിറ്ററൽസ് ആൻഡ് നമ്പേഴ്സ്. അപ്പൊ ഈ അങ്ങനെ നമ്മൾ നമ്പറിന് പകരം ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നതിനെ നമ്പർ ആ ലെറ്ററിനെ എന്ത് നമ്മൾ വിളിച്ചു, ലിറ്ററൽ നമ്പേഴ്സ് എന്നാണ് വിളിച്ചു. പിന്നെ നമ്മൾ അതിന്റെ ഓപ്പറേഷൻസ് ആ ലിറ്ററൽ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ലിറ്ററൽസിന്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ അഡീഷന്റെ കാര്യം എടുക്കുകയാണ്. ആദ്യം നമ്മൾ അഡീഷന്റെ കാര്യം എടുത്താൽ ദ സം ഓഫ് എ ലിറ്ററൽ എക്സ് ആൻഡ് എ നമ്പർ 5 is. അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്ത്, സം ഓഫ് എ ലിറ്ററൽ നമ്പർ നമ്മൾ എക്സ് ആണ് ഉദ്ദേശിച്ചത്, അതായത് നമ്പറിന് പകരം നമ്മൾ എക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെ റെപ്രസെന്റ് ലെറ്ററിനെ അല്ലേ നമ്മൾ ലിറ്ററൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ലിറ്ററൽ എന്ന് വെച്ചാൽ ഏതാണ്, എക്സ് ആണ്. അപ്പൊ എക്സിന്റെ സമ്മ് ലിറ്ററലിന്റെയും ഒരു 5 എന്ന് പറയുന്ന ഒരു സംഖ്യയുടെയും സമ്മ് അഡീഷൻ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും, x + 5 എന്ന് പറയും. x എന്ന് പറയുന്നത് ലിറ്ററൽ ആണ്, 5 എന്ന് പറയുന്നത് ഒരു
നമ്പറാണ്. എക്സ് എന്ന ലിറ്ററൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു നമ്പറിന് പകരം നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യണം. നമുക്ക് 5നോട് ആഡ് ചെയ്യുന്ന സംഖ്യ ഏതാ നമുക്ക് അറിയില്ല. അവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു ലിറ്ററൽ കൊണ്ട് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അപ്പൊ എക്സ് പ്ലസ് 5 എന്ന് വരും അതിന്റെ ആൻസർ അല്ലേ. The sum of a literal x and a number 5 is x plus 5. y more than x. അപ്പോൾ x-നേക്കാളും കൂടുതലാണ് y എന്ന് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? x plus y എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇതാ x-നെ y-യേക്കാളും കൂടുതലാണ് x. അപ്പോൾ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു? x plus y എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. For any literal a b c. അപ്പം a b c എന്ന് പറയുന്ന ഏത് ലെറ്റർ ആയാലും അതിനെ നമ്മൾ എങ്ങനെയായിരിക്കും അഡീഷന്റെ കാര്യത്തിൽ എഴുതുന്നത്? a plus b എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്താ? b plus a തന്നെ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ കുറച്ച് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? a plus b എന്ന് വെച്ചാൽ b plus a തന്നെയാണ്. അതുപോലെ a plus 0 എന്ന് വെച്ചാൽ അതിന്റെ ആൻസർ 0 plus a തന്നെ ആയിരിക്കും. ഇതെല്ലാം ഈക്വൽ ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ 0 is equal to a. അതുപോലെ തന്നെ എന്താ നമ്മൾ പറഞ്ഞത്? a plus b into c is equal to a plus എന്താ? b plus c. ഇതെല്ലാം തമ്മിൽ ഈക്വൽ ആണ്. a plus b എന്ന് പറഞ്ഞാലും b plus a എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. അതുപോലെ a plus 0 എന്ന് പറഞ്ഞാലും 0 plus a എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. അതിന്റെ ആൻസർ a തന്നെ വരും. a plus b into c എന്ന് പറഞ്ഞാൽ a plus b plus c ക്ക് ഈക്വൽ ആണ്. അപ്പൊ അഡീഷന്റെ കാര്യത്തിൽ ഈ ഒരു രീതിയിലാണ് ലിറ്ററൽസിൽ വരുന്നത്. ലിറ്ററൽസ് എന്ന് വെച്ചാൽ എന്തോന്ന് മനസ്സിലായല്ലോ? നമ്മൾ നമ്പേഴ്സിന് പകരം യൂസ് ചെയ്യുന്ന ലെറ്റർ. ഇപ്പൊ 5ന്റെ കൂടെ ഇപ്പൊ ഏത് സംഖ്യ കൂട്ടിയാല് നമുക്ക് 8 കിട്ടുമെന്ന് നോക്കണം. അപ്പം ഏത് സംഖ്യ കൂട്ടണമെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ ആ സംഖ്യ നമ്മൾ എക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 8. അപ്പൊ ഈ സംഖ്യ അറിയത്തില്ല, നമ്മൾ എക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. അതിനെയാണ് നമ്മൾ ലിറ്ററൽസ്. അപ്പൊ ആ നമ്പറിന് പകരം നമ്മൾ ഇട്ട് കൊടുത്താൽ ലെറ്റർ, അതിനെയാണ് നമ്മൾ ലിറ്ററൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ അഡീഷന്റെ കാര്യം പറഞ്ഞു അല്ലേ? ഇനി സബ്ട്രാക്ഷന്റെ കാര്യം. സബ്ട്രാക്ഷനിൽ നമ്മൾ ഈ ലിറ്ററൽസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഓക്കെ നോക്കിക്കേ. 5 less than a literal x. അതായത് ലിറ്ററൽ എക്സിനേക്കാളും കുറവാണ് 5. അപ്പൊ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? x മൈനസ് 5 എന്ന് റെപ്രസെന്റ് ചെയ്യണം. അതായത് x എന്ന് പറയുന്ന ഒരു ലിറ്ററിനേക്കാളും ലിറ്ററലിനേക്കാളും കുറവാണ് 5 എന്ന് പറയുന്ന സംഖ്യ. x എന്ന് പറയുന്ന ഒരു ലിറ്ററിനേക്കാളും കുറവാണ് 5 എന്ന് പറയുന്ന സംഖ്യ. അപ്പൊ നമ്മൾ സബ്ട്രാക്ഷൻ വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് x മൈനസ് 5 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ y ഈസ് ലെസ് ദാൻ x. എന്താണ്? x-നേക്കാളും കുറവാണ് y. അപ്പൊ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? x മൈനസ് y എന്ന് റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ. ഇനി മൾട്ടിപ്ലിക്കേഷന്റെ കാര്യം വരുമ്പോൾ എങ്ങനെയായിരിക്കും? 4 times x ഈസ് എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും? 4 into x. അതായത് 4 ടൈം എന്താണ്? x. x-നേക്കാളും 4 മടങ്ങ് കൂടുതലാണ്. അപ്പൊ 4 into x എന്നാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4x എന്ന് എഴുതാം. x-നേക്കാളും 4 മടങ്ങ് കൂടുതൽ അല്ലെങ്കിൽ 4 മടങ്ങ്. അപ്പൊ എന്താണ്? 4 into x. അതിനെ നമ്മൾ 4x എന്ന് എഴുതും. നെക്സ്റ്റ് വൺ നോക്കിക്കേ. ദ പ്രോഡക്റ്റ് ഓഫ് x ആൻഡ് y. അതായത് എക്സിന്റെ വൈയുടെയും പ്രോഡക്റ്റ് ഗുണനഫലം എന്താണ്? അപ്പം x into y എന്ന് നമുക്ക് എഴുതാം അല്ലേ? എക്സിന്റെ വൈയുടെ ഗുണനഫലം x into y എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? x y ഇങ്ങനെ എഴുതാം. x ഒരു പോയിന്റ് ഇട്ട് y എന്ന് എഴുതാം, അല്ലെങ്കിൽ x y എന്നും എഴുതാം. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഇപ്പൊ x into x dot y എന്ന് പറഞ്ഞാലും x y എന്ന് പറഞ്ഞാലും x into y എന്നുള്ള എല്ലാം എന്ത് തന്നെയാണ്? എക്സിന്റെ വൈയുടെ പ്രോഡക്റ്റ് ഗുണനഫലം കാണുക എന്ന് തന്നെയാണ്. For any literals a b c we have a into 0. നമ്മൾ പഠിച്ചു a into 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? a into 0 എന്ന് പറഞ്ഞാൽ is equal to 0 into a തന്നെയാണ്. അതിന്റെ ആൻസർ 0 ആണ്. a into 1 എന്ന് പറഞ്ഞാലും 1 into a എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. അതിന്റെ ആൻസർ a തന്നെയായിരിക്കും. a into b എന്ന് പറഞ്ഞാലും b into a എന്ന് പറഞ്ഞാലും ഈക്വൽ ആയിരിക്കും. ab into c എന്ന് പറഞ്ഞാൽ a into bc ആണ്. അതുപോലെ a b plus c എന്ന് പറഞ്ഞാൽ ab plus ac. ഇതെല്ലാം ഈക്വൽ ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഏതൊരു ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി ഡിവിഷന്റെ കാര്യം വരുമ്പോൾ ഈ ലിറ്ററൽ നമ്മൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ലിറ്ററൽസ് ഡിവിഷന്റെ കാര്യം വരുമ്പോൾ നമ്മൾ
പറയും. നോക്കിക്കേ, എക്സ് ഡിവൈഡഡ് ബൈ വൈ, അത് നമ്മൾ എങ്ങനെ റിട്ടേൺ ചെയ്യണം? ഇങ്ങനെ എഴുതാം, എക്സ് ഡിവൈഡഡ് ബൈ വൈ. അപ്പോൾ നമ്മൾ വൈയെ ഡിവൈഡ് ചെയ്യുന്നു. എക്സ് ഡിവൈഡഡ് ബൈ 7, അപ്പോൾ എങ്ങനെ എഴുതും? എക്സ് ഡിവൈഡഡ് ബൈ 7. ഓക്കെ, നെക്സ്റ്റ് വൺ 30 ഡിവൈഡഡ് ബൈ എക്സ്. അപ്പോൾ നമ്മൾ ആദ്യം 30 കൊണ്ടാണ് നമ്മൾ എക്സിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ എക്സ് ഡിവൈഡഡ് ബൈ വൈ എന്ന് പറയുമ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ വൈ എഴുതി, എക്സിനെ കൊണ്ട് നമ്മൾ 7നെ ഡിവൈഡ് ചെയ്യുന്നു, ഇവിടെ 30 കൊണ്ട് നമ്മൾ എക്സിനെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? നമ്മൾ ലിറ്ററൽസ് എന്താണെന്ന് പറഞ്ഞു, നമ്പേഴ്സിന് പകരം നമ്മൾ ലെറ്റർ യൂസ് ചെയ്യുന്നതിന് ആ ലെറ്ററിനെയാണ് നമ്മൾ ലിറ്ററൽസ് എന്ന് പറയുന്നത്. പിന്നെ അത് നമ്മുടെ ഓപ്പറേഷൻസ് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, ഇതിലൊക്കെ ഈ ലിറ്ററൽസ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണിച്ചത്. ഓക്കെ, നെക്സ്റ്റ് വൺ പവേഴ്സ് ഓഫ് എ ലിറ്ററൽ. ഒരു ലിറ്ററലിന്റെ പവർ, അതായത് ഇപ്പം ലിറ്ററൽ എന്ന് വെച്ചാൽ നമുക്ക് അറിയാലോ, നമ്മൾ നമ്പറിന് പകരം യൂസ് ചെയ്യുന്ന ലെറ്റർ ആണ് ലിറ്ററൽ. അപ്പൊ അതിന്റെ പവർ എത്രയാണ് നമ്മൾ എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കിക്കേ, എക്സ് ഇൻറ്റു എക്സ് ഈസ് റിട്ടൺ ആസ് എക്സ് സ്ക്വയർ. നമുക്ക് എന്ത് പറയാം? നമുക്ക് 2x ഇൻറ്റു ചെയ്യാൻ തന്നേക്കുന്നു. എക്സ് ഇൻറ്റു എക്സ് ഈസ്, അതിന്റെ ആൻസർ എന്താണ്? എക്സ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, കാൾഡ് എക്സ് സ്ക്വയർഡ്. അപ്പൊ ഈ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് സ്ക്വയർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ നോക്കിക്കേ, എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്, ഇവിടെ 3x വന്നു അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എക്സ് ക്യൂബ്. ഈ 3x കൂടെ എക്സ് കോമൺ ആയിട്ട് എഴുതി, ക്യൂബ് തന്നെ പവർ എത്രയാണ്? 3 ആണ്. അപ്പൊ ഈ എക്സിന്റെ പവർ 2 ആണ്, ഈ എക്സിന്റെ പവർ എത്ര? 3 ആണ്. അപ്പൊ നമ്മൾ അതിനെ എക്സ് ക്യൂബ്ഡ് എന്ന് വായിക്കും. ഇനി നമ്മൾ നോക്കാമെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്, 4x വന്നു. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? എക്സിന്റെ പവർ എത്ര ആയിരിക്കും? 4 ആയിരിക്കും അല്ലേ? എക്സ് റൈസ് ടു 4 എന്ന് നമ്മൾ വായിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അതുപോലെ ഇവിടെ എക്സിന്റെ പവർ ഇപ്പൊ 5x വരുവാണെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്. അപ്പൊ ഇവിടുത്തെ എക്സിന്റെ പവർ എത്ര? 5x ഉണ്ട്. അപ്പൊ എക്സ് റൈസ് ടു 5 ആയിരിക്കും. കണ്ടോ? അപ്പൊ ഇവിടെ 2x വന്നപ്പം എക്സിന്റെ പവർ 2 ആണ്. ഇവിടെ 3x വന്നപ്പോൾ എക്സിന്റെ പവർ 3, നമ്മൾ എക്സ് ക്യൂബ് എന്ന് വായിച്ചു. ഇവിടെ 4x വന്നപ്പോൾ നമ്മൾ എക്സ് റൈസ് ടു 4, എക്സിന്റെ പവർ 4 ആയി. ഇവിടെ 5x വന്നപ്പോൾ എക്സിന്റെ പവർ 5 ആയി, എക്സ് റൈസ് ടു 5. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത് നോക്കിയാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ എക്സ് റൈസ് ടു 5 എന്ന് പറഞ്ഞു അല്ലേ? എന്താണ് എക്സ് റൈസ് ടു 5 എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ എക്സ് റൈസ് ടു 5ല് എക്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ബേസ് എന്നാണ് വിളിക്കുന്നത്. എക്സിനെ നമ്മൾ ബേസ് എന്നാണ് പറയുന്നത്. ആ 5നെ നമ്മൾ എന്ത് പറയുന്നു? എക്സിനെ നമ്മൾ എക്സ് റൈസ് ടു 5ല് എക്സിനെ നമ്മൾ ബേസ് എന്ന് വിളിക്കുന്നു. ആ 5നെ നമ്മൾ എന്തെന്ന് പറയുന്നു? എന്തെന്ന് പറയും? എക്സ്പോണന്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന് പറയുന്നു. എക്സ്പോണന്റ് അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? അതിനെ ഓ ഇൻഡെക്സ് എന്ന് പറയും. എന്തെന്ന് പറയും? ഓ ഇൻഡെക്സ്. അപ്പം എക്സ് റൈസ് ടു 5ല് എക്സ് എന്ന് പറഞ്ഞാൽ ബേസും 5 എന്ന് പറഞ്ഞാൽ എക്സ്പോണന്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് ആയിരിക്കും. ഇപ്പൊ y റൈസ് ടു 7 വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ y റൈസ് ടു 7 എന്ന് പറഞ്ഞാൽ ഇതിൽ y എന്താണ് നിങ്ങൾ പറഞ്ഞേ? y എന്ന് പറഞ്ഞാൽ ബേസും 7 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് അല്ലെങ്കിൽ എക്സ്പോണന്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, റൈറ്റ് ദ ഫോളോയിങ് യൂസിങ് നമ്പേഴ്സ് ലിറ്ററൽ ആൻഡ് സൈൻ ഓഫ് ബേസിക് ഓപ്പറേഷൻസ്. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിളിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 മോർ ദാൻ എ നമ്പർ എക്സ്. ഇവിടെ നമ്മൾ അതിന്റെ ആ ഒരു നമ്പർ ആ ഒരു ലിറ്ററൽസിൽ നമ്മൾ എങ്ങനെ എഴുതും? ഓപ്പറേഷൻ ആണ്, അതിന്റെ സൈനും നമ്മൾ ഇട്ടു. ഇപ്പൊ അഡീഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ നോക്കിയിട്ട് അതിന്റെ സൈനും ഇട്ടു. ഇപ്പൊ 3 മോർ ദാൻ എ നമ്പർ എക്സ്. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേഷൻ ഏതായിരിക്കും? അഡീഷൻ ആണെന്ന് മനസ്സിലായി. മോർ ദാൻ ആണെങ്കിൽ അഡീഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പൊ 3 മോർ ദാൻ എ നമ്പർ എക്സ് എന്ന് വെച്ചാല് ഏതോ ഒരു നമ്പറിനേക്കാളും കൂടുതലാണ് 3. അപ്പൊ ഏതോ ഒരു നമ്പർ ഏതാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? അവിടെ തന്നേക്കുന്ന എക്സ് അങ്ങ് വിട്ടുകൊടുത്തു. പ്ലസ് എന്താ? മോർ ദാൻ, അവിടെ പ്ലസ് വന്നു. നമ്മുടെ നമ്പർ എത്ര? 3. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 3. അപ്പൊ ഏതോ ഒരു സംഖ്യയെക്കാളും കൂടുതലാണ് 3, എക്സ് പ്ലസ് 3. നെക്സ്റ്റ് വൺ y ലെസ് ദാൻ 6. എന്താണ്? 6നേക്കാളും ലെസ് ആണ് y. അപ്പൊ നമുക്കറിയാം അവിടുത്തെ ഓപ്പറേഷൻ ഏതായിരിക്കും? ഏതാ? സബ്ട്രാക്ഷൻ ആണ് അല്ലേ? 6 മൈനസ് 1. 6നേക്കാളും കുറവാണ് y. അപ്പൊ അതിന്റെ ആൻസർ 6 മൈനസ് 1. 1/3 ഓഫ് ദ സം ഓഫ് x ആൻഡ് y. അതായത് എക്സിന്റെയും വൈയുടെയും സം എന്ന് പറഞ്ഞാൽ 1/3
1/3 ആയിരിക്കും. അപ്പോൾ ഓപ്പറേഷൻ ഏതാ? അഡീഷൻ ആണെന്ന് നമുക്കറിയാം. ഇങ്ങനെ 1/3 ഓഫ് എക്സ് വൈയുടെ സമ്മം എന്ന് പറഞ്ഞാൽ 1/3 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ 5 ലെസ് ദാൻ ദ കോഷ്യന്റ് ഓഫ് എക്സ് ബൈ വൈ. അതായത് എന്താണ് 5 ലെസ് ദാൻ ദ കോഷ്യന്റ് ഓഫ് എക്സ് ബൈ വൈ. അപ്പൊ എക്സ് ബൈ വൈയുടെ അല്ലേ കോഷ്യന്റിനേക്കാളും കുറവാണ് 5. എക്സ് ബൈ വൈ മൈനസ് 5. നെക്സ്റ്റ് വൺ ദ കോഷ്യന്റ് ഓഫ് എക്സ് ബൈ വൈ ആഡഡ് ടു ദ പ്രോഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ. അതായത് എക്സ് ആൻഡ് വൈയുടെ കോഷ്യന്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് ആൻഡ് വൈയുടെ പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? ഇതാണ് എക്സ് ആൻഡ് വൈയുടെ പ്രോഡക്റ്റ്. അതിന്റെ കൂടെ നമ്മൾ എക്സ് ആൻഡ് വൈയുടെ കോഷ്യന്റ് ആഡ് ചെയ്യുന്നു. നമുക്ക് എക്സ് വൈ പ്ലസ് എക്സ് ബൈ വൈ എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7 ടേക്കൺ അവേ ഫ്രം ദ സം ഓഫ് എക്സ് ആൻഡ് വൈ. അതായത് എക്സ് ആൻഡ് വൈയുടെ സമ്മിൽ നിന്ന് 7 എടുക്കുന്നു. അതായത് എക്സ് ആൻഡ് വൈയുടെ സമ്മിൽ നിന്ന് 7 കുറയ്ക്കുന്നു. അവിടുത്തെ എന്താണ്? അവിടെ സബ്ട്രാക്ഷനും ഉണ്ട് അഡീഷനും ഉണ്ട്. അപ്പം എക്സ് പ്ലസ് വൈയുടെ സമ്മിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? -7 7 കുറയ്ക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? നെക്സ്റ്റ് വൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് ദ ഫോളോയിങ് ഇൻ ദ എക്സ്പോണൻഷ്യൽ ഫോം. അതായത് എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു എക്സ്പോണന്റ് ഇല്ലേ? ഏതാ? എക്സ്പോണന്റും ബേസും പഠിച്ചു. ഇങ്ങനെ നമ്മൾ എഴുതുന്ന പവർ എഴുതുന്നത്. അപ്പൊ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. എത്ര എക്സ് ഉണ്ടോന്ന് നോക്കുക, അതിന്റെ പവർ മുകളിലോട്ട് എഴുതുക. അല്ലെ എത്ര വൈ ഉണ്ടെന്ന് നോക്കുക, അതിന്റെ പവർ മുകളിലോട്ട് എഴുതുക. അപ്പൊ നമുക്ക് തന്നേക്കുന്ന a × a × a എത്ര? a അങ്ങനെ 12 ടൈംസിൽ പോകുന്നു. അപ്പൊ അതിന്റെ പവർ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫോം എങ്ങനെയായിരുന്നു നമ്മൾ എഴുതുന്നത്? a ഉണ്ടെന്ന് അറിയാം, അത് എത്ര തവണയാണ്? 12 തവണയാണ്. അപ്പം a raised to 12 ആയിരിക്കും അതിന്റെ എക്സ്പോണൻഷ്യൽ ഫോം എഴുതുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 × x × x × x × y × y. അപ്പൊ എങ്ങനെയാണ്? നമുക്കറിയാം 5 വന്നിട്ടുണ്ട്, 3x ഉണ്ട് ഇല്ലേ? അപ്പൊ നമ്മള് 5 × x raised to 3. x 3 പ്രാവശ്യമേ ഉള്ളൂ, 5 ഉണ്ട്. പിന്നെ എന്താണ്? y 2 പ്രാവശ്യം തന്നിരിക്കുന്നു. അപ്പൊ 5 × x raised to 3 y². ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ അതിന്റെ എക്സ്പോണൻഷ്യൽ ഫോം എഴുതുന്നത്. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ഡൗൺ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ ദ പ്രോഡക്റ്റ് ഫോം. അതിന് നമ്മൾ പ്രോഡക്റ്റ് ഫോമിലോട്ട് എഴുതണം. നോക്കിക്കേ, a² b7. a raised to 2 b raised to 7 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, a² b7. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? a യുടെ പവർ കിട്ടി 2 പ്രാവശ്യം, നമ്മൾ a × a എഴുതി. ഓക്കെ, ഇതാണ് a × a എഴുതി. ഇതിന്റെ പ്രോഡക്റ്റ് ആണെന്ന് പറയുമ്പോൾ എന്താ? ഇൻറ്റു ആ ഗുണന ചിഹ്നം നമുക്കറിയാം. ഇൻറ്റു b raised to 7 ആണ്. അപ്പൊ b എത്ര പ്രാവശ്യം എഴുതണം? 7 പ്രാവശ്യം b ഇങ്ങനെ ഇൻറ്റു ഇട്ട് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേ. 9 b raised to 3 c. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? 9 × b × b × b × c. അല്ലേ, ഈ ഒരു രീതിയിലാണ് എഴുതുന്നത്. കാരണം 9 × b 3 പ്രാവശ്യം, b യുടെ പവർ 3 ആണ്, b 3 പ്രാവശ്യം ഇൻറ്റു c യുടെ പവർ 1 ആണ് c. അപ്പൊ അടുത്തത് അതുപോലെ തന്നെ എഴുതാനുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ടെക്സ്റ്റിൽ കുറച്ച് എക്സസൈസ് തന്നിട്ടുണ്ട്. എക്സസൈസ് 8a ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു 3 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. നാലാമത്തെ ക്വസ്റ്റ്യനിൽ 4 ക്വസ്റ്റ്യനും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ 3 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. നാലാമത്തെ ക്വസ്റ്റ്യനിൽ 4 ക്വസ്റ്റ്യനും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബാക്കി നമുക്കിനി ആൾജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ട്, ഓപ്പറേഷൻ ആൾജിബ്രിക് എക്സ്പ്രഷന്റെ ഓപ്പറേഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ സ്റ്റഡി ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയും പഠിപ്പിച്ചത് ടീച്ചർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മളിന്ന് പഠിച്ചോളാം, അതിന്റെ തുടക്കം മാത്രം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ടീച്ചർ പറയുന്നത്. എന്താണ് ലിറ്ററേഴ്സ്, എന്താണ് നമ്പറിന് പകരം യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ് ആണ് ലിറ്ററേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ പവർ വെച്ച് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോർമുല അത് എഴുതാനും പഠിച്ചു. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റഡി ചെയ്യാം. ഇന്ന് പഠിപ്പിച്ച ഇത്രയും വരെ നിങ്ങൾ നല്ലപോലെ ചെയ്ത് പഠിക്കുക, വായിച്ച് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് ആ ടീച്ചറിന് അയച്ചു തരണം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.